ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എന്നെ പരിചയപ്പെടുത്താൻ, എൻ്റെ പേര് ഷഫീഖ്. മലപ്പുറം ജില്ലയിൽ പൊന്നാനിക്കടുത്ത് വെളിയങ്കോടാണ് സ്വദേശം. നിലവില് ദുബായിൽ അക്കൗണ്ട്സ് വിത്ത് PR ആയിട്ട് ജോലി ചെയ്തു വരികയാണ്. ഏകദേശം 12 വർഷത്തോളമായി ദുബായിലാണ് ഉള്ളത്. ട്രെയിനേഴ്സ് ട്രെയിനിങ് ബാച്ചിലെ 14ാമത്തെ ബാച്ചിലാണുള്ളത്. ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന 14ാമത്തെ ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. വിംബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ട്രെയിനേഴ്സ് സ്ട്രോക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സ് കഴിഞ്ഞവരാണ് ഇതിൽ അവതാരകരായിട്ട് എത്താറുള്ളത്. പിന്നെ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഏകദേശം 1 വർഷത്തോളമായി ട്രെയിനിങ്ങിനെ കുറിച്ച് അധികം ആഗ്രഹിക്കുന്നുണ്ട്. കുറെ മുമ്പ് ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ യൂട്യൂബിലൊക്കെ കിട്ടുന്ന, നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന പല ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്യാറുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഒരു ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളൊരു ട്രെയിനർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് മറ്റൊരാളിൽ എന്തായിരുന്നാലും മാറ്റം വരുത്താൻ സാധിക്കുന്നു എന്ന് എനിക്കൊരു ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എങ്ങനെ ഒരു ട്രെയിനർ ആവാം എന്ന കോഴ്സിനെ സംബന്ധിച്ച് പലരോടായിട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു. എവിടുന്നും വ്യക്തമായ ഒരു ഉത്തരമല്ല. ഒരുപാട് പേരോട് ചോദിച്ചിരുന്നു എവിടെയാണ് ഇങ്ങനെ ട്രെയിനർ ആവാൻ പഠിപ്പിക്കുന്ന കോഴ്സ്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇതേപോലെ കുറെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കാണും, കേൾക്കും, പറ്റാവുന്ന ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യും, അങ്ങനെ പോയിരുന്നതാണ്. അങ്ങനെയാണ് ഒരു ദിവസം യൂട്യൂബിലെ വിൻബിൾ അക്കാദമിയുടെ യൂട്യൂബ് പേജ് കാണുന്നത്. അങ്ങനെ ആ പേജ് തുറന്ന് അതിൽ കുറെ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ടോക്ക് കേട്ടു. അത് വളരെ നന്നായിട്ട് തോന്നി. അങ്ങനെ അതിൽ ഫൈസൽ സാറിന്റെ നമ്പർ കണ്ടിരുന്നു. ആ നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിലെ 14ാമത്തെ ബാച്ചിൽ ഇപ്പൊ ജോയിൻ ചെയ്തത്. ക്ലാസ് ഏകദേശം 7 ക്ലാസ്സോളം ഇപ്പൊ നിലവിൽ കഴിഞ്ഞു. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള അറിവുകളും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് എനിക്ക് ലഭിച്ചത്. ഒരു ട്രെയിനർ ആവാൻ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും എല്ലാം, എല്ലാ അർത്ഥത്തിലുള്ള അതിന്റെ ബേസ്, അതിന്റെ പോയിന്റ്സ് എല്ലാം ഈ കോഴ്സിലൂടെ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഓരോ ദിവസം കോഴ്സ് ചെയ്യുന്തോറും അതിന്റെ ഫോളോ അപ്പ്, അതിന്റെ ടാസ്കുകൾ, അതൊക്കെ തമ്മിൽ ഒരുപാട് മാറ്റം വരുത്തുന്നുണ്ട്. ട്രെയിനിങ് മേഖലയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ കോഴ്സും അതല്ലെങ്കിൽ ഈ ക്ലാസ്സുകളൊക്കെ ഒരുപാട് ഉപകാരപ്പെടും എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിന്റെ 14ാമത്തെ ബാച്ചിൽ തുടർന്നു പോകുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരിയോട് നോ പറയാം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്നിവിടെ സംസാരിക്കുന്നത് ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിലെ 13ാമത്തെ ബാച്ചിലെ സുമേഷ് സാറാണ്. സുമേഷ് സാറിനെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി വീക്ഷിക്കുന്ന മുഴുവൻ അംഗങ്ങളെയും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഫൈസൽ സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച് ഷഫീഖ് സാർ. വളരെയധികം സന്തോഷം. ഒരു ആമുഖം വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി എന്ന് പറയുന്നത് നമ്മുടെ 13ാമത്തെ ബാച്ചിൽ നിന്നുള്ള സുമേഷ് സാറാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നലെ ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ ഇപ്പൊ എൻ്റെ മകനൊക്കെ മിഞ്ഞാന്നെ വന്നിട്ട് വീട്ടില് രാത്രി എൻ്റെ വൈഫിനുള്ള പണി ഇങ്ങനെ ഷാർട്ടിൽ ഇങ്ങനെ എഴുതലായിരുന്നു, ലഹരി വിരുദ്ധ ദിനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി. അപ്പൊ ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഒക്കെയുള്ള, അപ്പോൾ സ്കൂളുകളിലും അതേപോലെ തന്നെ മറ്റു കമ്മ്യൂണിറ്റികളിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു, അതേപോലെ സ്റ്റാറ്റസുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ദിവസങ്ങൾ പിന്നെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. അതൊരു ബോധവൽക്കരണത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കുട്ടികളിലും യുവാക്കളിലും തുടങ്ങി മുതിർന്നവരിൽ വരെ ഈ ഒരു ലഹരി ഒരു പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെ കൃത്യമായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക, അത് പിന്നെ അത് തിരിച്ചറിയുക, അതിനെതിരെ
നമ്മൾ പിന്നെ ശബ്ദമുയർത്തുക, പ്രവർത്തിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതിൽ ഇടപെടേണ്ട ആവശ്യമുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ട്രെയിനർമാരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെ, നമുക്ക് ഒരു ട്രെയിനിങ് ഒക്കെ എടുക്കാൻ ഒരു ലഹരി വിരുദ്ധ ദിനം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് നമുക്ക് ട്രെയിനിങ് എടുക്കേണ്ടിയും വരും. അപ്പൊ അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പിന്നെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു ടോപ്പിക് ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ നമുക്കത് കൃത്യമായിട്ടുള്ള ഒരാളെ തന്നെയാണ് നമുക്ക് അതിലേക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സാറിനോട് ചോദിച്ച് നമുക്ക് തീർക്കാവുന്നതാണ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്തുകൊണ്ടും ഒരു പ്രൗഢമാണ്. അപ്പോൾ സാറിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ ഹൃദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യാണ് സാർ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുമേഷ് എന്നാണ്. ആലപ്പുഴയാണ് സ്വദേശം. ഞാൻ കോട്ടയം ജില്ലയിൽ കോട്ടയം റേഞ്ച് ഓഫീസിൽ സിവിൽ എക്സൈസ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഐക്യരാഷ്ട്രസഭ ഇങ്ങനൊരു ദിനം കൊണ്ടാടാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ഒരു എത്രത്തോളം അത് നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു അന്താരാഷ്ട്ര സംഘടന തന്നെ ഇതിനു വേണ്ടിയിട്ട് ഇതിന്റെ ഒരു പ്രൈസ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ദിവസം ആചരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെങ്കിൽ അത് തീർച്ചയായിട്ടും ലോകത്ത് മുഴുവൻ ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ്. ലോകത്ത് മുഴുവനും നമുക്കറിയാവുന്ന പോലെ ലോകത്തെല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഈ ലഹരിയുടെ നീരാളിപ്പിടുത്തം നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പലരും നമ്മുടെ വീട്ടുമുറ്റത്ത് എൻ്റെ വീട്ടിലില്ല, അല്ലെങ്കിൽ അയൽവക്കത്തെ വീടുകളിലില്ല എന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്കറിയാത്ത ഒരു വല പുറത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സുരക്ഷിതമായിട്ട് പുറത്തേക്ക് വിടാനുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇന്നലെ ക്ലാസ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ടീച്ചർ എന്നോടൊരു കാര്യം പറഞ്ഞു പോരാൻ നേരം. അതായത് അവര് സ്കൂൾ ബസ്സിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന റൂമിലേക്ക് അതായത് സ്കൂൾ ടു ഹോം ആയതുകൊണ്ട് റിസ്ക് ഇല്ല, അവര് വളരെ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞു. അത് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയപ്പോഴാണ് അവരത് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി അവിടെ പറഞ്ഞിട്ടേ പോരത്തുള്ളായിരുന്നു. കാരണം എന്ന് വെച്ചാല് നമ്മൾ പാമ്പർ ചെയ്യുന്നത് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ സെറ്റിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. എത്രത്തോളം നമ്മൾ കുട്ടികളെ പിടിച്ച് മുറിയിലിട്ട് നമ്മൾ വളർത്തേണ്ടത്, എപ്പോഴും കുട്ടികളെ വളർത്തേണ്ടത് നമ്മൾ എല്ലാം അവരറിയണം. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വല പുറത്തുണ്ടെന്നും നമ്മളതിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ നമ്മളത് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. കാരണം നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നു ടീനേജ് എന്ന് പറയും 13 തൊട്ട് 19 വരെയാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടീനേജിന്റെ പ്രായം കുറച്ചുകൂടെ ബാക്കിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടിരിക്കുന്നു. കാരണം 5 വയസ്സ് എനിക്ക് തോന്നുന്നു 7 വയസ്സിലേക്ക് പെൺകുട്ടികളാണെങ്കിൽ അമ്മമാരാവാൻ തയ്യാറാവുകയും ആൺകുട്ടികളും അതിനനുസരിച്ച് ശാരീരിക മാറ്റങ്ങൾ വരുന്നൊരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് അവെയർ അല്ല. കാരണം അമ്മമാര് മക്കളോട് പറഞ്ഞു കൊടുക്കുന്നില്ല ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. അവരുടെ ദേഹത്ത് അവരുടെ പ്രൈവറ്റ് പാർട്സിൽ കൈവയ്ക്കുകയാണെങ്കിൽ അതിന് നോ പറയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം നമ്മൾ ലഹരി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഡ്രഗ്സ് ആണ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. ശരിയല്ലേ? നമ്മുടെ മനസ്സുകളിൽ എല്ലാവരും വരുന്നത് കള്ള്, കഞ്ചാവ് അങ്ങനെയുള്ള ലഹരികളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷെ ലഹരി എന്ന് പറഞ്ഞാൽ അതിന്റെ ഇതിന്റെ ഒരു ഇന്റൻസിറ്റി ഭയങ്കര ദൂരവ്യാപകമാണ്. കാരണം നമുക്ക് ഒരു വാക്കിൽ ലഹരി എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റില്ല. കാരണം ലോകത്തുള്ളതെല്ലാം ലഹരിയാണ്. ഇനി വേറൊരു കാര്യം എടുത്താല് ലോകത്ത് ഒരു മനുഷ്യനും ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ലഹരി ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ലഹരിയാണ് നമ്മുടെ ജീവിക്കണമെങ്കിൽ നമുക്ക് ലഹരി വേണം. കാരണം നമ്മുടെ എല്ലാവർക്കും നമ്മൾ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റേജിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മളൊരു ഡാൻസ് ചെയ്യുന്നു, പാട്ട് പാടുന്നു, അല്ലെങ്കിൽ കലകൾ പരിശീലിപ്പിക്കുന്നു. എല്ലാത്തിലും നിന്ന് ലഹരി നമുക്ക് കിട്ടുന്നുണ്ട്, പോസിറ്റീവ് ലഹരി കിട്ടുന്നുണ്ട്. പക്ഷെ അത് ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഒരു ലഹരി ആയതുകൊണ്ടാണ് നമ്മൾക്ക് അതിനെ കുറിച്ച് ബോധേടല്ലാത്തത്, നമുക്കത് മനസ്സിലാവാതെ പോകുന്നത് അതുകൊണ്ടാണ്. അതേസമയം ഈ ഹാലൂസിനേഷൻ ആയിട്ടുള്ള ലഹരികൾ
നമുക്ക് ഒരു കുറച്ച് പർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രമാണ് ലഹരി നൽകുന്നത്. അതുകൊണ്ടാണ് സ്റ്റിമുലന്റുകളും ഹാലുസിനേഷനുകളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ സമയം, കുറച്ച് സമയമാണ് നമുക്ക് കിട്ടുന്നെങ്കിൽ നമ്മൾ ഒരു വേറൊരു ഉന്മാദാവസ്ഥയിലേക്ക് എത്തുന്നത്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ ബോധേഡാക്കണം. ലഹരികൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ഞാനിത് എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഞാൻ അവതരിപ്പിക്കുന്ന ലഹരി എന്ന് പറയുന്നത് വേറൊരു കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സാറേ, അത് സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് റെഡി ആക്കി ഇട്ട് തരാമോ സാറേ? ഹോസ്റ്റ് ആക്കിയുണ്ട് സാർ. ഓക്കെ. സാറേ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു സാറേ? പറ്റുന്നുണ്ട്. ഓക്കെ. നമ്മൾ ലഹരികളെ കൺസിഡർ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. പോസിറ്റീവ് ലഹരികളെന്നും നെഗറ്റീവ് ലഹരികളെന്നുമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പോസിറ്റീവ് ലഹരികളുടെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് മാത്രമല്ല, അത് നമ്മുടെ കൂടെയുള്ളവർക്ക് ഒരു കുറച്ചു പേർക്കെങ്കിലും സന്തോഷം നൽകുന്നവയായിരിക്കണം ഈ പോസിറ്റീവ് ലഹരികളായിട്ടുള്ളവ. രണ്ടാമത്തെ ഒരു പോസിറ്റീവ് ലഹരികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾക്ക് അത് അത് കിട്ടുന്ന കഴിവുകളായിരിക്കണം. ജന്മന കിട്ടുന്ന കഴിവുകൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ജന്മന കിട്ടുന്ന കഴിവുകളെക്കാളും നമുക്ക് ഏത് കഴിവും നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റും. പക്ഷെ ഒരു ജന്മന കിട്ടുന്ന കഴിവിനോളം നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ ഒരു ചിത്രരചനയാണെങ്കിലും ശരി, പാട്ട്, ഡാൻസ്, എല്ലാ സാധനങ്ങളും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ചെയ്ത് നിന്നാൽ ഒരിക്കൽ പോലും നമ്മൾ നെഗറ്റീവ് ലഹരിയുടെ വഴിയിലേക്ക് നമ്മളൊരു പോകത്തില്ല എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളൊരു ടോക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, വെറുതെ ഇരിക്കുന്ന മനസ്സിലാണ് ചെകുത്താൻ കുടികൊള്ളുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുപോലൊരു വേദിയിൽ ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് ഇത് പറയണമെങ്കിൽ എനിക്ക് അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടാവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത്, സ്വാമി ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു കഥ ഞാൻ പറയാം. അതായത് ഒരിക്കല് ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാനായിട്ട് ഒരു കുട്ടിയും മാതാവും കൂടെ വരും. വന്നിട്ട് പറയും, ഗുരുവേ, എനിക്ക് ഇതുപോലെ ഈ മകൻ ഏത് സമയവും ശർക്കര തിന്നുന്ന ഒരു ശീലമുണ്ട്. ഇത് വളരെ ഭയങ്കര ശക്തമായ കൂടിയ അളവിൽ ഇവൻ ശർക്കര കഴിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗുരു ഒന്ന് ഇവരെ ഉപദേശിക്കണമെന്ന് പറയും. അപ്പൊ പരമഹംസർ പറയും, നിങ്ങൾ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറയും. അങ്ങനെ ഇവരെ മടക്കി അയക്കും. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും സ്ത്രീ വരും. സ്ത്രീ വരുമ്പോഴത്തേക്ക് പറയും, ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞ് വീണ്ടും ഗുരു ഇവരെ മടക്കി അയക്കും. അങ്ങനെ 2 3 4 തവണയായി. ഗുരു ഒന്നും പറയുന്നുമില്ല. അപ്പൊ ഇവർ വിചാരിക്കും, ഇതെന്തിനാണ് ഗുരു ഇങ്ങനെ വീണ്ടും വീണ്ടും വരാൻ പറയുകയും ചെയ്യുന്നു, കുഞ്ഞിനോട് ഒന്നും പറഞ്ഞു കൊടുക്കുന്നുമില്ല. 5ാമത്തെ ദിവസം വന്നപ്പോഴത്തേക്ക് ഗുരു പറയും, ഇതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഗുരു പറഞ്ഞു കൊടുക്കും, അത് ചെയ്യരുതെന്ന് പറയും. അങ്ങനെ ഇവർ പോകും. ഏകദേശം 1 മാസം കഴിഞ്ഞിട്ട് ഗുരുവിനടുത്തേക്ക് ഈ സ്ത്രീ മാത്രം മടങ്ങി വരും. എന്നിട്ട് പറയും, മകൻ നന്നായി, ആ ശീലം അവൻ നിർത്തി. ഇങ്ങനെ എന്തുകൊണ്ടാണ്? അപ്പൊ ഇവർ ചോദിക്കും, ഇവർക്ക് ഭയങ്കര ആകാംക്ഷയായിട്ട്, ഗുരു എന്തുകൊണ്ടാണ് ഈ 4 തവണയും മടക്കിയതിന് ശേഷം 5ാമത്തെ തവണ ഇത് പറഞ്ഞു കൊടുത്തതെന്ന് ഗുരുവിനോട് ചോദിക്കും. അപ്പോ ഗുരു പറയും, ഞാൻ ഈ ശീലം എനിക്കുണ്ടായിരുന്നു, ഞാനിങ്ങനെ ശർക്കര തിന്നുമായിരുന്നു, പക്ഷെ ഇതൊരു ദുശീലമാണ് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു.
കാരണം ഇദ്ദേഹം അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾ കൊടുക്കുന്ന ഒരു അമ്പലം പോലുള്ള ഒരു ആശ്രമത്തിലാണ് സ്വാമി താമസിച്ചിരുന്നത്. അപ്പൊ അവിടെ വരുന്ന ശർക്കരയും പഴവും അതുപോലുള്ള സാധനങ്ങളുമാണ് സ്വാമി കഴിച്ചുകൊണ്ടിരുന്നത് സ്ഥിരം. അപ്പൊ അത് ഞാൻ ആദ്യം ഒന്ന് ഞാൻ നിയന്ത്രിക്കട്ടെ, എന്നിട്ട് ഞാൻ അവന് പറഞ്ഞു കൊടുക്കാമെന്ന് കരുതിയാണ് ഈ 4 തവണ നിങ്ങൾ മടക്കി അയച്ചത്. പലപ്പോഴും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെ പറ്റാത്തൊരു കാര്യം എനിക്കങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ ഓരോരുത്തരും ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഏതൊരു കാര്യവും നമ്മൾ അത് അനുഭവിച്ചതിന് ശേഷം വേണം മാത്രം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ അതിനകത്തൊരു ആത്മാർത്ഥത ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പോസിറ്റീവ് ലഹരികളായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു രഹസ്യ സ്വഭാവത്തോടു കൂടി ആയിരിക്കണം ഇത് ഉപയോഗിക്കുന്നത്, ചെയ്യുന്നത്, നമ്മൾ കാണുന്നത്, വിഷ്വൽ അല്ലെ ഏത് സാധനങ്ങളും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും രഹസ്യ സ്വഭാവത്തോട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവ് ലഹരികളുടെ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. പകരം അത് നെഗറ്റീവ് ലഹരികളുടെ ഗണത്തിലേ പെടുത്താൻ പറ്റത്തുള്ളൂ. പോസിറ്റീവ് ലഹരികളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് പബ്ലിക് ഡൊമൈനിലായിരിക്കും അത് ചെയ്യുന്നത്. പോസിറ്റീവ് ലഹരികളായിട്ട് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പഠനം, വായന, പ്രാർത്ഥന, ജോലി, അതുപോലെ തന്നെ ഡാൻസ്, ചിത്ര, യോഗ, ആയോധന കലകള്, ശാരീരിക കൃഷിപരിപാലനം, മൃഗപരിപാലനം, പക്ഷിപരിപാലനം, മത്സ്യപരിപാലനം, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് നമ്മുടെ അച്ഛനമ്മമാര് ജോലിക്ക് പോകുന്നത് ഉൾപ്പെടെ ജോലി ചെയ്യുമ്പോൾ പോലും പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ജോലി ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഏത് കാര്യത്തിലും നമ്മൾ ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനല്ല, നമ്മൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും അത് ഒരു ടാസ്ക് ഓറിയന്റഡ് ആയിട്ട് ചെയ്തു തീർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തുനിന്ന് നമുക്ക് പോസിറ്റീവ് ലഹരികൾ കിട്ടുന്നതാണ്. നമ്മൾ നെഗറ്റീവ് ലഹരികൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ജയിലായിരിക്കും. 2 കാര്യങ്ങളാണ് നമ്മൾ ജയിലിൽ പോകാനായിട്ട് കാരണമാകുന്നത്. ഒന്ന്, നമ്മളിത് ഉപയോഗിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ക്യാരിയർമാരാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ആദ്യം കൊണ്ടുവന്ന് ഇവർക്ക് ബബിൾക്കത്തിന്റെ രൂപത്തിൽ പോലും, ബബിൾക്കവും മിഠായിയുടെ രൂപത്തിൽ പോലും ഇന്ന് ലഹരി മരുന്നുകൾ പല സ്ഥലത്തും വിൽക്കുന്നതായിട്ട് നമ്മളെ വിളിച്ച് പറയാറുണ്ട് പലരും. ആ പിള്ളേർ കൂട്ടം കൂടി നിൽക്കുന്നു, അവിടെ കൂടുതൽ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ കുട്ടികൾ കൂടുതൽ വരുന്നു. അതായത് സ്കൂളിന് അടുത്തുള്ള സ്ഥലങ്ങളിലല്ല. നമ്മൾ സാധാരണ സ്കൂളിനടുത്തുള്ള കടകളിൽ നമ്മൾ ഇറങ്ങിയിട്ട് കയറാറില്ലേ, ഇതല്ല. ഒരു റിമോട്ട് ഏരിയകളിലുള്ള കടകൾ കേന്ദ്രീകരിച്ച് കുട്ടികൾ കൂടുതൽ വരുന്നു മിഠായി മേടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ. അതും തീർച്ചയായിട്ടും അത് ലഹരി തന്നെ ആയിരിക്കും. കാരണം ഏതൊരു സ്റ്റിമുലന്റുകളും നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്ന് നമുക്ക് തോന്നും. അപ്പൊ നമ്മളിത് പോയി ആദ്യം ഫ്രീ ആയിട്ടും നമുക്ക് ചിലപ്പോൾ തരും. നമ്മുടെ കൂട്ടത്തിൽ വരുന്നവര് നമ്മളെ ഇതിനകത്ത് പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് തരും. ഒരു 4ഓ 5ഓ തവണ ഇത് തന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് അഡിക്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് അവർ പണം ചോദിക്കും. അപ്പൊ പറയും, പണം ചോദിക്കുമ്പോൾ നമ്മളിക്ക് പറയും, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒരു പാക്കറ്റ് തരാം, നിങ്ങളത് വിറ്റുതാ, അപ്പൊ നിങ്ങൾക്ക് ഒരു 4 പാക്കറ്റ് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം തരാം എന്ന് പറഞ്ഞ് ചെറിയ രീതിയിൽ തുടങ്ങി ഇവരെ വലിയ ക്യാരിയർമാരായി മാറ്റുകയും അവര് ഉറപ്പായിട്ടും ജയിലിലേക്ക് പോകുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും നമുക്കുണ്ടാവുക. ജയിലിൽ പോയാൽ ഏത് കേസും, ഇപ്പൊ കൊമേഴ്സ്യൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ശക്തമായ നിയമങ്ങളുള്ള 2-3 നിയമങ്ങൾ, ശക്തമായ നിയമങ്ങളുണ്ട്. ഒന്ന്, ഈ മയക്കുമരുന്നുകളുടെ നിയമങ്ങൾ ശക്തമാണ്. മറ്റുള്ള നിയമങ്ങളിൽ ലൂപ്ഹോൾസ് ഉണ്ടാവും, ഞാനത് പറയുന്നില്ല. പക്ഷേ മയക്കുമരുന്നുകളുടെ കേസുകളിൽ ശക്തമായ നിയമങ്ങളാണ്. രണ്ടാമത്തത് സൈബർ നിയമങ്ങളാണ്. സൈബർ നിയമങ്ങളും വളരെ ശക്തമാണ്. മയക്കുമരുന്നുകൾ നിയമങ്ങൾ പോലെ തന്നെ ശക്തമാണ് സൈബർ നിയമങ്ങളും. മയക്കുമരുന്നിൽ നമുക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ മരണമാണ്. പണിഷ്മെന്റ് ടു ഡെത്ത് ആണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പരമാവധി ശിക്ഷ. ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് 10,000 രൂപ പിഴയാണ്, അല്ലെങ്കിൽ 6 മാസം തടവ്. ഇത് രണ്ടും കൂടെയാണ് നമുക്ക് കിട്ടാവുന്നത്, അതായത് ഉപയോഗിച്ചാൽ പോലും. അത്ര ശക്തമായ നിയമങ്ങളുള്ള ഒരു രാജ്യത്താണ്. എന്നാൽ നമ്മൾ വിചാരിക്കും നമ്മളെ കെട്ടിമുറുക്കി ഇട്ടേക്കുവാണല്ലോ ഈ രാജ്യം എന്ന് വിചാരിക്കുന്നതിന് ഒരർത്ഥവുമില്ല. കാരണം നമ്മൾ ആരെയും കെട്ടിമുറുക്കി ഇടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം കെട്ടിമുറുക്കി ഇടുന്നത് എങ്ങനെയാ? ഒരു ചട്ടക്കൂടിൽ നിന്ന് ജീവിക്കുമ്പോൾ നമ്മൾ ആ ചട്ടക്കൂടിനകത്ത് നിന്ന് ജീവിക്കാൻ ശീലിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മൾ രാത്രി സമയങ്ങളിൽ പലപ്പോഴും യാത്ര ചെയ്യാറുണ്ട്. ട്രിപ്പിൾസ് കയറിയാണ് കുട്ടികൾ പലതും ലൈറ്റ് പോലും ഇടാതെ വാഹനങ്ങൾ അമിത വേഗതയിൽ ഓടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. നിയമങ്ങൾക്ക് അതീതമായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് നമ്മൾ പോകുന്ന രണ്ടാമത്തെ സ്ഥലമാണ് മയക്കുമരുന്നുകൾ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെല്ലുന്നിടത്ത് അടുത്തൊരു സ്ഥലമാണ് നമ്മുടെ മെന്റൽ ഹോസ്പിറ്റലുകളിൽ.
റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ. 2022 ഒരു ഗവൺമെന്റ് ഒരു ഓർഡർ സർക്കുലർ ഇട്ടിരുന്നു. അതായത് 2016 18 ഇടയിലുള്ള ഈ ലഹരി മരുന്ന് കേസുകളിൽ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ നിലവിലെ സ്ഥിതി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിട്ടിരുന്നു. അപ്പൊ ഞങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ വന്ന ലിസ്റ്റിനകത്ത് 12 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഈ 12 പേരുടെ വീടുകളിൽ തിരക്കിപ്പോയി. അപ്പോൾ അതിൽ 6 പേര് മരണപ്പെട്ടിരുന്നു. 4 പേര് മെന്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലായിരുന്നു. ഒരാൾ മാത്രമാണ് അതിനകത്ത് തിരിച്ചു വന്നത്. അപ്പൊ എത്ര പേഴ്സൻറ്റേജ് ആണ് റിട്ടേൺ എന്നുള്ള സാധ്യതകൾ വളരെ കുറവാണ്. നമ്മൾ ഈ ചെറിയ മയക്കുമരുന്നുകളിൽ തുടങ്ങി വലുതിലേക്ക് പോയാൽ തിരിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗം എന്ന് പറയുന്നത് ഒരു രോഗമാണ്. മറ്റുള്ള മറ്റുള്ള അസുഖങ്ങളെ പോലെയല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് ക്യാൻസറിന് മരുന്നില്ല. പകരം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്യാൻസർ വന്ന ഭാഗം മുറിച്ചു കളയുകയും കരിക്കുകയും അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോവുക മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രഷർ, ഷുഗർ ഇവയെല്ലാം നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ മാത്രമേ മരുന്നുകളുള്ളൂ. ഒരിക്കലും അതിനെ മാറ്റാനായിട്ട് മരുന്നുകളില്ല. എന്നാൽ നമുക്ക് മദ്യപാനാസക്തി കുറയ്ക്കുന്നതിനായിട്ട് തീർച്ചയായിട്ടും നല്ല മരുന്നുകളും പരിചരണവും കിട്ടിയാൽ തീർച്ചയായിട്ടും ഇവർക്ക് തിരിച്ചു വരാൻ പറ്റുന്നതാണ്. മൂന്നാമത് ഇവർ ചെല്ലുന്നെത്തുന്ന ഒരു സ്ഥലമാണ് അപകട മരണങ്ങൾ. നമ്മുടെ നാട്ടിലുള്ള അപകട മരണങ്ങൾ കണ്ടമാനം കൂടി വരികയാണ്. എല്ലാ ദിവസവും നമ്മൾ പത്രങ്ങളിൽ ഒരു കോളം അല്ലെങ്കിൽ ഒരു പേജ് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. അപകട മരണങ്ങൾക്ക് വേണ്ടിയിട്ടും മയക്കുമരുന്ന് പിടിച്ചവരുടെ എണ്ണത്തിനും വേണ്ടിയിട്ട്. ഇത്ര കേസുകൾ പിടിച്ചെന്ന് പറഞ്ഞ് 1-2 പേജുകൾ കൊടുക്കേണ്ടി വരും ഓരോ ദിവസം. കാരണം നമ്മൾ ഓരോ ട്രെയിനിൽ നിന്നും 10 കിലോ പിടിച്ച്, 100 കിലോ പിടിച്ച്, അല്ലെ 50 കിലോ പിടിച്ചെന്നുള്ള വാർത്തകളാണ് എല്ലാ ദിവസവും വരുന്നത്. ഈ 50 കിലോ പിടിക്കണമെങ്കിൽ ഇത്രയും ഉപയോഗിക്കുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അബോധാവസ്ഥയിലായ അത്രയും പേര് നമ്മുടെ പുറത്തുണ്ട്. നമ്മുടെ മക്കളെ അവര് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ള ഒരു വിഷയം നമ്മളുടെ മുന്നിലേക്ക് വളരെ വലിയ വിഷയമാണിത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതിന് അപ്പുറമാണ് ഇതിനകത്ത് നമ്മൾ രക്ഷപ്പെട്ടു വരിക എന്നുള്ളത്. മൂന്നാമത് നമ്മൾ എത്തുന്ന ഒരു സ്ഥലമാണ് കടത്തിണ്ണകൾ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഓരോ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് അല്ലെങ്കിൽ മുഷിഞ്ഞ വേഷം ധരിച്ച് നല്ല മുഖമൊക്കെ ആയിരിക്കും, കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇവരെ. പക്ഷെ താടിയൊക്കെ വളർത്തിയിട്ട് മേളിലോട്ട് ആകാശത്തിട്ടൊന്നൊക്കെ എന്തൊക്കെയോ പെറുപുറത്ത് റോഡിൽ നോക്കി അങ്ങനെ നടന്നാണ് ഇവര് കാലം കഴിക്കുന്നത്. ഒരു അച്ഛനും അമ്മയും നമ്മളെ കാണുന്നതിന് മുമ്പ്, അതായത് നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മളെ സ്നേഹിച്ചു തുടങ്ങുന്നതാണ്. നമ്മുടെ നിറമോ ഏത് ലിംഗത്തിൽപ്പെട്ടതാണെന്നോ ഒന്നും മനസ്സിലാക്കാതെ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുന്ന അച്ഛനും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങള് നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അവരെന്തോരം വിഷമിച്ച് കാണുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളെ പുറത്തിറക്കി വിടണമെങ്കിൽ, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് നമ്മളെ പുറത്തിറക്കി വിടണമെങ്കിൽ എത്രത്തോളം അവര് വിഷമിച്ചിട്ടായിരിക്കും നമ്മളെ ഇറക്കി വിടുന്നത്. കാരണം ഇതിന് താഴെ 1-2 കുട്ടികൾ കാണും വളർന്നു വരുന്നത്. അവര് ഇവനെ കണ്ടാണ് പഠിക്കുന്നെങ്കിലോ തീർച്ചയായിട്ടും ഇവൻ പുറത്താവും. അപ്പൊ ആ കടത്തിണ്ണകളിൽ തന്നെയാണ് ഇവന്റെ സ്ഥാനം വരിക. മദ്യം എന്ന് പറയുന്നത് നെഗറ്റീവ് ലഹരിയാണ്. മയക്കുമരുന്നുകൾ നെഗറ്റീവ് ലഹരിയുടെ കണക്കാണ്. പ്രേമം എന്ന് പറയുന്നത് നെഗറ്റീവ് ലഹരിയാണ്. പ്രേമം എങ്ങനെയാണ്? നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം എല്ലാവരും പ്രായമുള്ളവരാണ് ഇരിക്കുന്നത്. പക്ഷെ കുട്ടികളിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾ ടീനേജ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ടീനേജിൽ അവര് പറഞ്ഞേക്കുന്ന നിർവചനം 13 മുതൽ 19 വരെയാണ്. ഇന്ന് എനിക്ക് 6-7 ക്ലാസ്സുകാരന് വരെ പ്രേമമാണ്. കാരണം അവരുടെ പിയർ ഗ്രൂപ്പിൽ മുഴുവനും മറ്റുള്ളവർക്ക്, ഇപ്പൊ ഒരു പിയർ ഗ്രൂപ്പിൽ 5 പേര് 6 പേരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ 2 പേർക്ക് പ്രേമമുണ്ട്. അപ്പൊ എനിക്കില്ലെന്ന് പറഞ്ഞാൽ എനിക്കത് കുറവായിട്ട് വരും. അപ്പൊ ഞാനും പോയി ഏതെങ്കിലും ഒരു കോന്തപ്പനെ അല്ലെ കോന്തപ്പിയെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് അവരെ ആരാണ്, എന്താണ്, മാനസികാവസ്ഥ എന്താണ്, ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള അവസ്ഥകൾ ഒന്നും അറിയത്തില്ല. അതിനു മുമ്പ് തന്നെ പ്രേമം തുടങ്ങും. നമ്മുടെ കുട്ടികളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കുന്നുണ്ടാവും കുട്ടികൾ എന്താ പറയാ, അവരെല്ലാരും ഫുൾ കോൺഫിഡന്റ് ആണ്, അവരെല്ലാം അറിയാം, അവർക്കെല്ലാം അറിയാം, അവരറിയാത്തവർ. അതിന് വളം വെച്ച് കൊടുക്കുന്നത് നമ്മുടെ രക്ഷകർത്താക്കളോടാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ എടുത്ത് കളിക്കുന്നു. അപ്പൊ അവൻ അതെല്ലാം ചെയ്തു തരുന്നു. എല്ലാം അവനറിയാം, അവനറിയാത്ത ഒന്നുമില്ല, അവൻ എല്ലാം ചെയ്തു തരുന്നു എന്ന് പറയുന്നത്. പക്ഷെ ഒരു പൂർണ്ണ വളർച്ചയെത്തിയിട്ടില്ലാത്ത ഒരു മാനസികാവസ്ഥയിലുള്ള ഒരു കുട്ടിയാണ് 19 വയസ്സ് വരെ നമ്മുടെ മക്കളെന്ന് പറയുന്നത്.
കാരണം തലച്ചോറിന്റെ വികാസം പൂർത്തിയാവാനായിട്ട് 19 വയസ്സിലൊക്കെ പൂർത്തിയാവുകയുള്ളൂ. ആ വയസ്സ് വരെ അവരെ നിയന്ത്രിച്ച് തന്നെ വളർത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ തെറ്റായ വഴിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമ്മൾ പറയും ഒരു മൊബൈൽ അഡിക്ഷൻ പറയുന്നു. മൊബൈൽ ഏറ്റവും കൂടുതൽ നമ്മൾ അഡിക്ഷൻ, ലഹരി എന്ന് പറയുന്ന കൂട്ടത്തിൽ വരാവുന്ന ഏറ്റവും വലിയ സാധനമാണ് മൊബൈൽ എന്ന് പറയുന്നത്. പ്രേമം കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടത് മൊബൈലിന്. അടുത്ത സ്ഥാനം അല്ല, ഏറ്റവും മുന്നേയുള്ള സ്ഥാനം ഇപ്പൊ കൊടുക്കേണ്ടതായിട്ടിരിക്കുകയാണ്. മൊബൈൽ ഗെയിമുകൾ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, റീൽസ്, അതുപോലുള്ള സാധനങ്ങൾ. ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. നമുക്ക് ഇതിന്റെ ഒരു വശം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, നല്ല കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റേ വശം കൊണ്ട് നമ്മൾ മുറിപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മളുടെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ അവരെങ്ങനെ പോകണം എന്ന് നമ്മൾ ഒരു ചെറിയൊരു നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അവരറിയാതെ ഒരു ചെറിയ ചരട്, പട്ടത്തിന്റെ ചരട് കിട്ടുന്ന പോലെ ചെറിയ ചരട് അവരിൽ കെട്ടിയേക്കുക, ഇവരെ നിരീക്ഷിക്കുക. അവരെ നിയന്ത്രിക്കാൻ പോകരുത് ഒരിക്കലും. കാരണം എന്ന് വെച്ചാൽ നെഗറ്റീവ് ഫലം കിട്ടുന്ന ഒരു സാധനമാണ് നമ്മൾ നിയന്ത്രണം എന്ന് പറയുന്നത്. ഒരിക്കലും കുട്ടികളെ ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. 2 കാര്യങ്ങളാണ് ആർക്കും ഇഷ്ടമല്ലാത്തത്. ഒരു കാര്യം ഇങ്ങനെ നമ്മളെ ഉപദേശം എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമല്ല, മുതിർന്നവർക്ക് ഇഷ്ടമല്ല. ഉപദേശിക്കാൻ വരുമ്പോഴേ പറയും ഇതിന്റെ പൊന്നെ, ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, അതുകൊണ്ട് ഇത് വേണ്ടാന്ന് പറയും. അതുപോലെ പിള്ളേരുടെ ചെന്നാലും പറയും അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, മറ്റേത് ചെയ്യരുത്, അങ്ങനെ പോകരുത്, ഇങ്ങനെ നോ 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 പറയുന്നതിന് പകരം അത് നമ്മൾ ട്രാക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ നമ്മൾ മൊബൈൽ കൊടുക്കുമ്പോൾ പറയുകയാണ്, മോനെ ഇത് അധികം നേരം ഉപയോഗിക്കരുത്, ഒരു 10 മിനിറ്റ് ഉപയോഗിച്ചിട്ട് നീ തിരിച്ചു തരണം, കാരണം ഇത് അച്ഛൻ അല്ലെങ്കിൽ വാപ്പയ്ക്ക് ഉപയോഗമുള്ളതാണ്, അതുകൊണ്ട് മോനിത് പെട്ടെന്ന് തിരിച്ചു തരണം. അത് മാത്രമല്ല, കുട്ടികളുടെ മുമ്പിലിരുന്ന് കഴിയുന്നതും മൊബൈലുകൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ ആവശ്യങ്ങൾക്ക് അവരെന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള ജീവികൾ, ഏതൊരു ജീവിയും നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിവികാസം സംഭവിച്ച ഒരു സാധനം എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. കാരണം ബുദ്ധിവികാസം സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മലമൂത്ര വിസർജനം ചെയ്യണമെന്ന് വിചാരിക്കുന്നു, നമ്മൾ അതിന് പറ്റിയ സാഹചര്യത്തിന് വേണ്ടി സമയം വെയിറ്റ് ചെയ്യും. അതുപോലെ ഒരു സാഹചര്യം ഒത്തു വന്നാൽ മാത്രമേ മലമൂത്ര വിസർജനം ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ അതിന് പക്ഷെ പക്ഷിമൃഗാദികൾ എങ്ങനെയാ ചെയ്യുന്ന? അവർക്ക് ആ സമയത്ത് എപ്പോൾ തോന്നുന്നു അപ്പോൾ അവർ കാര്യം സാധിച്ചിട്ട് പോകും. പക്ഷെ നമ്മൾ മനുഷ്യൻ ചെയ്യുന്നത് അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒത്തുവരുന്നതിന് വേണ്ടി കാത്തിരിക്കാറുണ്ട്. അപ്പൊ ബുദ്ധിവികാസം ഏറ്റവും കൂടുതൽ വന്ന മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിഹീനമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നതും സമൂഹത്തിൽ വലിയ ബുദ്ധി ഉണ്ടെന്ന് പറയുന്ന മലയാളികളാണ് ഏറ്റവും കൂടുതൽ മദ്യ ഉപയോഗത്തിൽ 1-ാം സ്ഥാനത്ത് എത്താൻ ദേശീയ ശരാശരിയെക്കാളും കൂടുതൽ വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ കണക്കെടുത്താൽ ഒരു ദിവസം 1.6 ലിറ്റർ മദ്യമാണ് ഒരാൾ കുടിക്കുന്നതെങ്കിൽ കേരളത്തിൽ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 8 ലിറ്റർ മദ്യമാണ്. മനുഷ്യന്റെ ദേശീയ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ 8 ലിറ്റർ ആണ്. നമ്മൾ കുടിക്കുന്നില്ല, പക്ഷെ മറ്റുള്ളവർ എത്ര പേരാണ്. അപ്പം അത് എത്രത്തോളം അതിന്റെ, അത് മാത്രമല്ല, കേരളത്തില് ന്യൂ ഇയറിനും ക്രിസ്മസ് കാലങ്ങളിലും 1-ാം സ്ഥാനത്തിന് എത്താൻ ജില്ലകൾ മത്സരമാണ് ഏറ്റവും കൂടുതൽ കുടിച്ചതാരാണെന്ന് അറിയാൻ. വളരെ കൗതുകത്തോടു കൂടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ചാലക്കുടി കിട്ടിയെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് പിടിക്കണമെന്നും പറഞ്ഞാണ് ഓരോരുത്തരും ഇതിനകത്ത് കുടിച്ച് മത്സരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് കുട്ടികൾ നമ്മൾ ശീലിപ്പിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബന്ധങ്ങൾക്ക് വില കൊടുക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒരാൾ കടന്നു വരികയാണ്. കടന്നു വരുമ്പോഴത്തേക്ക് അവരെ ശ്രദ്ധിക്കാതെ, അവരെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ മൊബൈലിൽ നോക്കിയിരിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അത് ഇന്ന ആളാണ് വന്നത്, അയാളെ വിഷ് ചെയ്യണം, അവരോട് ചോദിക്കണം എന്തിനാണ് വന്നത്, എന്താവശ്യത്തിനാണ് വന്നത്, കാര്യങ്ങൾ തിരക്കുകയും പേരെന്താണ് ഇങ്ങനെ ചോദിച്ച് അവരുമായിട്ട് സമൂഹത്തിലേക്ക് ഇറക്കി വിട്ട് വേണം നമ്മൾ മക്കളെ വളർത്താൻ. ഇത് നമ്മൾ കാണുന്നത് എന്താ, നമ്മളൊരാളൊരു വീട്ടിൽ ചെല്ലുന്നു, അവര് വളരെ നമ്മളെ മുഖത്ത് പോലും നോക്കുന്നുണ്ടാവില്ല, അവര് മൊബൈലിൽ നോക്കി ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറെ ഒന്നും നമ്മളെ മൈൻഡ് ആക്കില്ല. ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ നമ്മൾ അവർക്കൊരു വാല്യൂ കൊടുക്കണം. ഏതൊരു കുട്ടികൾക്കും നമ്മുടെ പഴയ കാലത്ത് അണുകുടുംബങ്ങളിലേക്ക് മാറിയപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും നമ്മുടെ ഒരു അച്ഛനോടും അമ്മയോടും കുട്ടികൾക്ക് ഒരു അറ്റാച്ച്മെന്റ് ഇല്ല, ബന്ധങ്ങളിൽ റിലേഷൻഷിപ്പ്, അതായത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ള റിലേഷൻഷിപ്പ് വളരെയധികം മാറിപ്പോയിരിക്കുന്നു. നമ്മൾ ഒരു എന്താ പറയുക, തകർച്ചയിലേക്ക് പോകുന്ന ഒരു ലക്ഷണമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം കുട്ടികളുടെ രക്ഷകർത്താക്കൾ ഏറ്റവും ഒരിക്കലും നമ്മൾ ജനിക്കുന്ന കുട്ടി പ്ലെയിൻ സ്ലേറ്റുമായിട്ടാണ് ജനിക്കുന്നത്, ഒന്നും അവന്റെ ഉള്ളിലില്ല. മറ്റുള്ള ജീവികളാണെങ്കിലോ, ഇപ്പൊ നമ്മൾ ട്രെയിനിങ്ങിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യനാണ് ട്രെയിനിങ് ആവശ്യമുള്ളത്, മറ്റുള്ള ജീവികൾക്ക് ട്രെയിനിങ് ആവശ്യമില്ല. ഒരു പ്രസവിച്ച് കിടക്കുന്ന ഒരു കുട്ടിക്ക് മുലപ്പാൽ കുടിക്കണമെങ്കിൽ എടുത്തു വെച്ച് കൊടുത്താലേ അവർക്ക് കുടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ തുടങ്ങുന്ന ട്രെയിനിങ് ആണ് മനുഷ്യന്
അവസാന കാലം വരെ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ആ ഒരു കിടന്ന് പിന്നെ എഴയാൻ പഠിക്കുന്നു, പിന്നെ നടക്കുന്നു, പിന്നെ സംസാരിക്കുന്നു, അങ്ങനെ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിട്ടാണ് നമ്മൾ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അപ്പൊ ക്ലീൻ സ്ലേറ്റിൽ ജനിച്ചൊരു കുട്ടി എങ്ങനെയാണ് തെറ്റായ രീതിയിലേക്ക് പോകുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അതിനൊരു കാരണമേ ഉള്ളൂ, നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കാൻ. അതായത് നമ്മുടെ വിദ്യാഭ്യാസം മാത്രമല്ല ട്രെയിനിങ് എന്ന് പറയുന്നത്, A+ മാത്രമല്ല ട്രെയിനിങ് എന്ന് പറയുന്നത്. ജീവിതത്തിലെ ട്രെയിനിങ് കൊടുക്കാൻ നമ്മുടെ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകർ പരാജയപ്പെടുത്തുന്ന തരത്തിലാണെങ്കിൽ ഒരു ഒരു മനോരോഗി ജനിക്കുന്നതെന്ന് പറയാം. മനോരോഗി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ മദ്യം അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു മനോരോഗികൾ തന്നെയാണെന്ന് നമുക്ക് പറയാം. കാരണം ഇതൊരു അസുഖമാണ്. അസുഖമാണെങ്കിൽ ആ അസുഖത്തിന് മരുന്നുണ്ട്. മരുന്നുള്ളപ്പോൾ അത് അസുഖം തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും ഒരു മനോരോഗി നമ്മുടെ മുന്നിൽ നമ്മുടെ നാട്ടിൽ ജനിക്കുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം അവരുടെ രക്ഷകർത്താക്കൾക്കും ആ സമൂഹത്തിനും മാത്രമാണ്. നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടണേ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് ജനിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പലയിടത്തും നമ്മൾ ചെല്ലുമ്പോൾ ചോദിക്കും. ഞാൻ നന്നായാൽ ലോകം നന്നാവുമെന്ന്. ഞാൻ നന്നായാൽ അതുവഴി എൻ്റെ കുടുംബം നന്നാവും. ഇപ്പൊ നമ്മുടെ അച്ഛൻ സിഗരറ്റ് വലിക്കുന്നതെന്ന് വിചാരിക്കാം. ഒരാൾ സിഗരറ്റ് വലിക്കുന്നതാണ്. അടുത്ത ഏറ്റവും വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു സാധനമാണ് സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്നത്. സിഗരറ്റ് ഏറ്റവും ദൂഷ്യം ചെയ്യുന്ന ഒരു സാധനമാണ്. ഏകദേശം 4000-ഓളം കെമിക്കലുകളാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ഒരു പുകയൂതി പുറത്തേക്ക് വിടുമ്പോൾ 4000-ഓളം കെമിക്കലുകളാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ഇപ്പൊ നമ്മൾ നാട്ടിൽ ഇറങ്ങിയാൽ പഴയ കാലത്തെക്കാളും ഒരു സമയത്ത് കുറച്ചു കാലം മുമ്പ് പുകവലി ഒരു കുറവിലേക്ക് വന്നിരുന്നു, കുറഞ്ഞു വന്ന പോലെ തോന്നിയിരുന്നു. കാരണം പബ്ലിക് അപ്പിയറൻസിൽ പുകവലി കുറഞ്ഞു വരുന്ന പോലെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോ നിലവിൽ ഒരുപാട് കൊച്ചു കുട്ടികൾ മുതൽ സിഗരറ്റ് വലിക്കുന്നത് കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ വലിക്കുമ്പോൾ 4000-ഓളം കെമിക്കലുകൾ നമ്മൾ പുറത്തേക്ക് വിടുന്നു. 4000-ഓളം കെമിക്കലുകളിൽ 72-ഓളം കെമിക്കലുകൾ നമ്മുടെ ക്യാൻസർ ഉണ്ടാക്കാനായിട്ട് സാധ്യത കൂട്ടുന്നവയാണെന്ന് പരീക്ഷണങ്ങളിൽ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടുള്ളതാണ്. 72-ഓളം. അതിൽ ഏറ്റവും പ്രധാനം നിക്കോട്ടിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിക്കോട്ടിൻ ഒരു അരത്തുള്ളി ഗാഢലായനിയാണെങ്കിൽ ഒരാളെ കൊല്ലാൻ സാധിക്കുന്ന ഒരു സാധനമാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള, ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇപ്പൊ ഒരു പരസ്യം വരാറുണ്ട് നമ്മുടെ ചാനലുകളിലൊക്കെ പരസ്യം വരുന്നത്. നിക്കോട്ടിൻ, സിഗരറ്റ് വലി മാറ്റാനായിട്ട് നിക്കോട്ടിൻ ചെറിയ അളവിൽ കഴിക്കുക എന്ന് പറഞ്ഞു. ചിലപ്പോൾ സിഗരറ്റ് വലി നിർന്നാൽ പോലും ഈ ടാബ് കഴിക്കുന്നത് ഒരു ശീലമായി മാറാറുണ്ട് പലപ്പോഴും. നമ്മൾ ശ്രദ്ധിച്ച ഏറ്റവും വലിയ ദോഷമാണ് ഈ സാധനം ചെല്ലുന്നത്. കണ്ടിന്യൂസ്ലി നമുക്കറിയാം, മുറിവുകൾ ഉണ്ടെങ്കിൽ ഉണങ്ങത്തില്ല. ഈ സിഗരറ്റ് വലിക്കുന്നവർക്ക് മുറിവുകൾ ഉണങ്ങാൻ താമസമാണ്. അപ്പം ഈ മുറിവുകൾ ഉണങ്ങാതിരിക്കാൻ വരുന്ന സമയത്താണ് ഇവരിന്ന് നിർത്താൻ ശ്രമിക്കുന്നത്. പുകവണ്ടി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നത് തോന്നുന്നു. അതുപോലെയാണ് ജനങ്ങളുടെ അവസ്ഥ. കാരണം ഇത് നിയന്ത്രിച്ചാൽ നിർത്താൻ പറ്റും. കാരണം അവർക്കൊരു പണി ചെയ്ത് തുടങ്ങണമെങ്കിൽ ഒരെണ്ണം വലിച്ചിട്ട് വേണം ഇത് തുടങ്ങാനായിട്ട്. എന്നാലേ അത് പെർഫെക്ഷനിൽ എത്തത്തുള്ള അവരുടെ മനസ്സിൽ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു സിപ്പ് ചെയ്തിട്ടേ തുടങ്ങാന്നുള്ള ഒരു കാലം. അപ്പൊ ഞാൻ പലപ്പോഴും എൻ്റെ ഓഫീസിലേക്ക് പോകുന്ന സ്ഥലത്ത് ഒരു ബിവറേജ് ഉണ്ട്. 10 മണിക്കാണ് ബിവറേജിന്റെ ടൈം. അപ്പം അവിടെ ചെല്ലുമ്പോൾ 9 മണിക്ക് വന്ന് ക്യൂ നിൽക്കുക, തലയ്ക്ക് കൈയും കൊടുത്ത് നിൽക്കുക. കാരണം ഇന്നലത്തെ ഹാങ് ഓവർ മാറണം, ഇന്നത്തെ അടിക്കണം, അടിച്ചിട്ട് വേണം ഇന്ന് തുടങ്ങാനായിട്ട്. അങ്ങനെ ഒരു വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. സർക്കാരുകൾ നമ്മളെ ഒരുപാട് മദ്യശാലകൾ തുടങ്ങാനായിട്ട് സർക്കാർ ടാക്സിന്റെ കാര്യം കൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ തുടങ്ങുന്നത്. പക്ഷെ നമ്മുടെ ഒരു അഭിപ്രായത്തിൽ സർക്കാരുകൾ ഈ പറച്ചിൽ മാത്രം മാറ്റിവെച്ചിട്ട്, ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിവാദം ഉണ്ടായിരുന്നു, എല്ലാവരും കണ്ടു കാണും. വിമുക്തിക്ക് വേണ്ടിയിട്ട് പൈസ ഫണ്ട് കോടിക്കണക്കിന് 600 കോടി 400 കോടി രൂപ മുടക്കിയിട്ടുണ്ട്. അതിൽ പകുതിയും 3/4 പരസ്യത്തിന് വേണ്ടിയിട്ടാണ് മുടക്കിയെന്ന് പറഞ്ഞു. അതിന്റെ വിവാദങ്ങളിലേക്കല്ല ഞാൻ പോയത്. ആ ഒരു ലെവലില് വിമുക്തിയുടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം കൂടുതലും വിമുക്തിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സാധാരണ ആൾക്കാരാണ്. കാരണം താഴെക്കിടയിലുള്ള ആളുകളാണ് ഇതിന്റെ വർക്കുകൾ ചെയ്യുന്നത്. സിവിൽ എക്സൈസ് ഓഫീസർ മുതൽ പ്രിവന്റീവ് ഓഫീസർ വരെയൊക്കെ ഉള്ളവരേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് ക്ലാസ് എടുക്കാൻ പോകുന്നവർ വളരെ കുറവ്. ക്ലാസ് എടുക്കാൻ മാത്രമല്ല, ഇതിന്റെ വർക്കൗട്ട് ചെയ്യുന്നവർ വളരെ കുറവാണ്. നമ്മൾ വിമുക്തിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് പോകുമ്പോൾ 2 കാര്യങ്ങളാണ് ഞങ്ങൾ നോക്കുന്നത്. ഒന്ന്, എൻഫോഴ്സ്മെന്റ് കാര്യങ്ങളിൽ നമുക്ക് വിവരങ്ങൾ ശേഖരണത്തിനുള്ള മാർഗങ്ങളാണ് നമുക്ക് ഓരോ ക്ലാസ്സുകൾക്കും പോകുമ്പോൾ നമുക്ക് കിട്ടുക. നമ്മൾ ചെന്ന ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർമാർ വന്നിട്ട് പറയും, ഇതണക്ക് ഒരു ഇന്നടുത്തൊരു പരാതിയുണ്ട്. അപ്പം നമ്മളത് എഴുതിക്കൊണ്ട് പോരും, അത് വർക്കൗട്ട് ചെയ്യും. അപ്പൊ അത് നമുക്ക് അവിടുന്ന് സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റും. അടുത്ത നമ്മുടെ ജീവിതത്തിൽ ലഹരി എന്നതിലൊക്കെ, ഞാൻ ആ ലഹരിയുടെ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോകുന്നെന്ന് വിചാരിക്കരുത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഒരു കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തൊരു ചെറിയ
സെഷൻ ആണെങ്കിൽ പോലും നമുക്കത് ഉൾക്കൊള്ളിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പുറകിലോട്ട് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ കാര്യം വരികയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ ഓരോ ദിവസവും ഉണരുമ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കും. ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ കൊടുക്കുകയാണ്. ഒരു മാസം തുടങ്ങുമ്പോൾ എല്ലാ മാസവും 31-ാം തീയതി നമ്മൾ വൈകിട്ട് വിചാരിക്കും നാളെ മുതൽ ഞാൻ നന്നായേക്കാന്ന് വിചാരിക്കും. സിഗരറ്റ് വലി നിർത്താം, മദ്യപാനം നിർത്താം, ഇങ്ങനെല്ലാം വിചാരിക്കുകയാണ്. അപ്പോഴാണ് ഇനി ഫുഡ്, നമ്മൾ ലഹരികളുടെ കൂട്ടത്തിൽ പറയാവുന്ന അടുത്ത സാധനമാണ് ഫുഡ് എന്ന് പറയുന്നത്. ഫുഡിന് ലഹരിയുണ്ട് ഉണ്ടോന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഉണ്ടെന്ന് തന്നെയാണ്. ക്യാൻസറിന് കാരണമാകുന്ന ഒരുപാട് ഫുഡുകൾ നമ്മൾ കണ്ടമാനം കഴിച്ചു കൂട്ടുന്നുണ്ട്. കാരണം കുഴിമന്തി, അതൊക്കെ ചാർക്കോൾ ചേർന്ന സാധനങ്ങളാണ്, ചുട്ടെടുക്കുന്ന സാധനങ്ങൾ, അതിനകത്ത് കരിയുടെ അംശം കൂടുതലാണ്. അതുപോലെ തന്നെ ഷവർമ, ഇതുപോലുള്ള പിന്നെ ജങ്ക് ഫുഡുകൾ ഒരുപാട്, ലെയ്സ്, കുർക്കുറെ, അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിക്കേണ്ട പാടെ ഒഴിവാക്കണമെന്നല്ല നമ്മൾ പറയുന്നത്, ഇത് നിയന്ത്രിക്കുക. നമ്മളൊരു അഡിക്ഷനിലേക്ക് പോകാതെ ഒരു ദിവസം, ഒരാഴ്ചയിൽ ഒരു ദിവസം എല്ലാത്തിനും നമ്മളൊരു ചിട്ടയും നിയന്ത്രണവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇതിനകത്ത് നിന്നൊക്കെ മാറി നിൽക്കാൻ പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ആദ്യം ഞാൻ പറഞ്ഞു പോസിറ്റീവ് ലഹരികളെ കുറിച്ച് പറഞ്ഞു. ഒരു 200ഓളം പോസിറ്റീവ് ലഹരികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. പഠനത്തിലൂടെ നമുക്ക് ലഹരി കണ്ടെത്താൻ പറ്റും. നമുക്ക് പഠനം നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല, അതൊക്കെ വെറുതെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണമെന്ന് വിചാരിച്ച് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്ക് അച്ചീവ്മെന്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നമുക്ക് ഇത് വേണ്ടെന്ന്, ഈ മറ്റു ലഹരികളിലേക്ക് പോകണമെന്നുള്ളൊരു ചിന്ത ഒരിക്കലും വരത്തില്ല. കാരണം നമ്മൾ അത്ലറ്റിക് രംഗത്ത് ചാട്ടം, ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്നവര് ഒരിക്കലും അഡിക്ഷനിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു ഓട്ടക്കാരൻ, അല്ലെങ്കിൽ ഹൈ ജമ്പ് ചാടുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ സ്വിമ്മിങ് ചെയ്യുന്നവര്, അങ്ങനെ ആ ഒരു മേഖലയിൽ നമ്മുടെ സ്പോർട്സ് പരമായിട്ടുള്ള ഏത് മേഖലയിൽ പോയാലും ഒരിക്കലും അഡിക്ഷന്റെ ഒരു ലെവലിലേക്ക് ആരും വരികയില്ല. കാരണം അവർക്ക് അഡിക്ഷൻ കിട്ടുന്ന എവിടുന്ന? അവർക്ക് ലഹരി കിട്ടുന്നുണ്ട്. സ്റ്റിമുലന്റുകൾ ഉപയോഗിക്കാതെ തന്നെ അവർക്ക് ലഹരി കിട്ടുകയാണ്. കാരണം അവർ കളിക്കുമ്പോൾ, അവരൊരു അച്ചീവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ അവർക്ക് ലഹരി കിട്ടുകയാണ്. മലയാളികളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ എവിടെ ചെന്നാലും കുറ്റം കണ്ടുപിടിക്കാനായിട്ട് തയ്യാറാവുന്നത്. എന്തിനും കുറ്റമാണ് നമുക്ക്. കാരണം എന്ന് വെച്ചാൽ ഒരു കാക്ക പറന്നുപോയാൽ അതിന്റെ രണ്ട് ചിറകുകൾ തമ്മിലുള്ള ചിറകടി രണ്ട് രീതിയിലാണെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞു കളയും. അതാണ് മലയാളികളുടെ ഒരു പ്രത്യേകത. മറ്റുള്ള രാജ്യക്കാരുടെ നമുക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഏതൊരു കാര്യത്തിനും, ഇപ്പൊ ഒരു കല്യാണത്തിന് പോയി അതിനും കുറ്റം പറയും. അതിന് പഴം ചെറുതായി പോയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറ്റം പറയും. ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്തിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് നമ്മൾക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു നെഗറ്റീവ് എലമെന്റ് നമ്മളിലേക്ക് ഉണ്ടാകത്തില്ല. ഈ പ്രോക്കാസ്റ്റിനേഷനോട് കണക്ട് ചെയ്താണ് ഞാൻ പറയുന്നത്. ഒരു കഥ പറയാം ഞാൻ. ഒരു രാജ്യത്ത് ഒരു രാജാവിന്റെ കാലമാണ്. പഴയ കാലത്ത് ഒരു രാജാവ് ഉണ്ട്, മന്ത്രിയുണ്ട്, പരിവാരങ്ങളുള്ള ഒരു രാജ്യത്ത് വരൾച്ച വരും. കണ്ടമാനം അങ്ങ് വരൾച്ചയാവുന്ന സമയത്ത് രാജ്യം പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരുന്നു. രാജാവ് മന്ത്രിസഭ വിളിച്ചു കൂട്ടും. അപ്പൊ രാജാവിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. രാജാവിന്റെ കൂടെ ഒരു ഉപദേശി ഉണ്ടാവും. ഈ ഉപദേശിയാണ് പറയുന്നതേ രാജാവ് കേൾക്കും. മന്ത്രി പറയുന്ന പോലും കേൾക്കില്ല. വേറെ ആര് പറഞ്ഞാലും രാജാവിന് വിശ്വാസമല്ല. കാരണം ഈ ഉപദേശി എന്ത് പറയുന്നു അതാണ് രാജാവ് മുഖവിലേക്ക് എടുക്കുക. മറ്റുള്ളവർ പറയുന്നതും കേൾക്കില്ല. അപ്പൊ ആദ്യം മന്ത്രിയോട് ചോദിച്ചു, മന്ത്രി എന്ത് ചെയ്യണം, നമുക്ക് ഇതിനകത്ത് നിന്ന് മറികടക്കണം. കാരണം രാജ്യം പട്ടിണിയിലേക്ക് പോകുന്നു, ആളുകൾ ദുരിതം അനുഭവിക്കുന്നു, വെള്ളമില്ല. അപ്പൊ മന്ത്രി പറയും ഏറ്റവും ആൾട്ടർനേറ്റീവ് ഓപ്ഷനുകളാണ് മന്ത്രി പറയുന്നത്. അതായത് നമുക്ക് അടുത്ത രാജ്യത്ത് സഹായം അഭ്യർത്ഥിക്കാം, അവരെന്തെങ്കിലുമൊക്കെ തരും, അതുകൊണ്ട് നമുക്കിത് കഴിച്ചു കൂട്ടാം എന്ന് പറയും. ഈ ഉപദേശിയെ വിളിച്ചിട്ട് ചോദിക്കും, ഉപദേശി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പൊ ഉപദേശി പറയും ഇതൊരു നല്ല കാലമാണ്. അപ്പൊ രാജാവ് പറയും, ഇതെന്ത് കാലം? നമ്മൾ ഇങ്ങനെ വന്നിട്ട് മൊത്തം രാജ്യം വറ്റി വരളുന്നൊരു കാലത്ത് ഇയാൾ പറയാണ് നല്ല സമയമാണ്. കാരണം ഉപദേശിയുടെ കാഴ്ചപ്പാടിൽ ഇത് നല്ല സമയമാണ്. കാരണം എന്ന് വെച്ചാല് ഈ രാജ്യം വളരെ ആർഭാടത്തോടു കൂടി ജീവിച്ചിരിക്കുന്ന ഒരു കാലമാണ്. ആ കാലത്ത് ഈ നമ്മൾ സേവിങ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കില്ല. ആ ഒരു സേവിങ്ങിന്റെ അളവ് കൂട്ടുകയും പരിമിതമായി ചെലവാക്കുകയും ചെയ്താൽ ഈ വറുതിക്കാലം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം രാജകൊട്ടാരത്തിൽ നിന്ന് തുടങ്ങണമെന്ന് പറയും. രാജാവ് പറയും ഇത് രാജകൊട്ടാരത്തിൽ നിന്ന് തുടങ്ങണം. ഉപദേശി പറയും എല്ലാം വെട്ടിച്ചുരുക്കുക, നമ്മൾ ശമ്പളം വെട്ടിക്കുറയ്ക്കുക, എല്ലാ കാര്യങ്ങളും വെട്ടിച്ചുരുക്കി ചെറിയ രീതിയിൽ ഈ വറുതിക്കാലം കഴിയുന്നവരെ നമ്മൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാന്ന് പറയും. അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം രാജാവും ഈ നമ്മുടെ ഉപദേശിയും കൂടെ ഒരു കാട്ടിൽ പോയി ചെന്ന്
നടന്ന് പോയി ഇവർ വഴിതെറ്റിപ്പോവും. വഴിതെറ്റി ഉള്ളിലേക്ക് പോവും. രാത്രിയായി. അപ്പൊ രാജാവും ചോദിക്കും, ഉപദേശി എന്താ ചെയ്യുക, നമുക്കിനി പുറത്തോട്ട് കടക്കാൻ വഴിയില്ലല്ലോ. ഉപദേശി പറയും, ഇതൊരു നല്ല കാലമാണ്. കാരണം നമുക്ക് കാടിന്റെ ഒരു അവസ്ഥ അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാലമാണിത്. ഈ ഒരു സമയത്ത് നമുക്കിത് അനുഭവിക്കാം. ഇന്ന് രാത്രി നമുക്ക് ഇവിടെ തങ്ങാം. അങ്ങനെ രാജാവ് തീരുമാനിക്കും, ശരി നമുക്കിവിടെ താമസിക്കാം. ഉപദേശി പറഞ്ഞതല്ലേ, നല്ല ഒരു അനുഭവം, പുതിയൊരു അനുഭവമാണല്ലോ. ഒരു കാടിന്റെ നടുവിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ പുതിയൊരു അനുഭവം. അങ്ങനെ അവർ വിശ്രമിക്കാൻ തീരുമാനിക്കും. അങ്ങനെ വിശ്രമിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് രാജാവിൻ്റെ പറയും, ഇത് കണക്ക് രാജാവ് പറയും, എന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടിട്ടുണ്ട്, ഉപദേശി ഒന്ന് എടുത്തു തരാൻ പറയും. അങ്ങനെ മുള്ളെടുക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഇയാളുടെ വിരലിന്റെ തുമ്പറ്റം കട്ടായി പോകും, മുറിഞ്ഞു പോകും. അങ്ങനെ രാജാവ് അംഗവൈകല്യം സംഭവിക്കും. അപ്പൊ ഉപദേശിക്ക് ചോദിക്കും, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്, എന്റെ കാല് മുറിച്ച് കളഞ്ഞില്ല, ഒരു രാജാവാണ് ഞാനെന്നുള്ള ചിന്തയെങ്കിലും നിങ്ങൾക്ക് വേണ്ടായിരുന്നോ, നിങ്ങൾ എന്ത് പണിയാ നിങ്ങൾ എന്നോട് കാണിച്ചത്, നിങ്ങൾ എന്നെ മനഃപൂർവ്വം ചെയ്തതല്ലേ എന്ന് പറയും. അപ്പൊ ഉപദേശി പഴയ ലൈൻ തന്നെ. ഉപദേശി പറയും, എന്ത് സംഭവിച്ചാലും അതിന്റെ പിന്നിൽ നല്ലൊരു കാര്യം ഉണ്ടാവും. അപ്പൊ ഇയാൾക്ക് രാജാവിന് ഭയങ്കര ദേഷ്യം വന്നു. കാരണം എന്റെ കാലും മുറിച്ച് കളഞ്ഞു, വിരൽ മുറിച്ച് നഷ്ടപ്പെടുത്തി, ഇയാളെ ഇനി ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞ് രാജാവ് നേരെ ഇയാളെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു. ഈ കാട്ടില് നരഭോജികളുള്ളൊരു കാടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം നരഭോജികൾ വന്ന് നരഭോജികൾക്ക് വല്ല രാജാവുണ്ട്, അവര് പൊക്കിയങ്ങ് കൊണ്ടുപോയിട്ട് അന്നൊരു പ്രത്യേക ദിനമായിരുന്നു. രാജാവ് അവരെ നരബലി കല്ലി കിടത്തും. നരബലി കല്ലി കിടത്തി ഉടുപ്പെല്ലാം ഉരിച്ചു കളഞ്ഞ് എല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലീൻ ആക്കി നരബലിക്ക് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് രാജാവ് വാൾ ഉയർത്തുന്ന സമയം, നരഭോജികളുടെ ആ രാജാവ് വാൾ ഉയർത്തുന്ന സമയത്താണ് കാണുന്നത് ഇയാളുടെ ഒരു വിരൽ നഷ്ടപ്പെട്ട കാര്യം കാണുന്നത്. അപ്പൊ അയാൾ പറയും, ഇയാളെ ഇന്ന് കൊള്ളില്ല, നരബലി കൊടുക്കാൻ പറ്റില്ല, അംഗവൈകല്യം സംഭവിച്ച ഒരാളെ നമുക്ക് നരബലി കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെ ഇയാൾ അവിടുന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്ന് ഇയാളെ വലിച്ചു കയറ്റും. പൊട്ടക്കിണറ്റിൽ നിന്നും ഈ ഉപദേശിനെ വലിച്ചു കയറ്റിയിട്ട് ഉപദേശി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും, നടന്ന കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു, എന്റെ ജീവൻ പോയേനെ, അവന്മാര് പിടിച്ചുകൊണ്ട് പോയി, എന്റെ ജീവൻ പോയേനെന്ന് പറയും. എന്ന് പറഞ്ഞ് ഇയാളെ തിരിച്ചു വലിച്ചു കയറ്റി കരക്ക് കയറ്റിയിട്ട് പറയും, ഞാൻ ഈ പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോഴും ഞാനും വിചാരിച്ചു എന്റെ സമയം തീർന്നു, പക്ഷെ എനിക്ക് അന്നേരവും തോന്നി ഇതൊരു എന്തോ നല്ലതിനാണ്. അപ്പൊ പറയടാ, ഞാൻ തള്ളിയിട്ടിട്ട് പോയത് എന്ത് നല്ലതിനാ നിങ്ങൾ ഈ പറയുന്നത്? അപ്പൊ ഉപദേശി പറയും, രാജാവിന്റെ കൂടെ ഞാനുണ്ടായിരുന്നേ ഉറപ്പായിട്ടും രാജാവിന് വരാൻ ഞാനായിരുന്നു തീർന്നേനെന്ന്. അപ്പൊ ഏതൊരു ആറ്റിറ്റ്യൂഡും നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ പോസിറ്റീവ് വശങ്ങൾ ചിന്തിച്ച്, ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ വീട്ടിലെ ഫാമിലിയിലെ ലൈഫിലാണെങ്കിലും നമുക്ക് സംഭവിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു നന്മ അതിനകത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കണം. കാരണം എന്ന് വെച്ചാൽ എന്റെ അനുഭവം അത് തന്നെയാണ്. ഇപ്പൊ രാജാവിന്റെ കഥ നമ്മൾ പ്രതീകാത്മകമായി പറഞ്ഞെങ്കിൽ പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ അനുഭവങ്ങളും നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്റെ ജീവിതത്തിൽ ഒരുപാട് ട്രാജഡികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ട്രാജഡികളിലെല്ലാം വന്നപ്പോഴൊക്കെ അതിനകത്തൊരു പിന്നീട് അന്നേരം എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും പിന്നീട് എനിക്കത് നന്മയായിട്ടാണ് പിന്നീട് വന്നത്. സമൂഹത്തില് നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന 60% വാഹനാപകടങ്ങളിൽ 40% കൊലപാതകങ്ങളും മദ്യം ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ ഈ അടുത്തിടയ്ക്ക് പല സ്ഥലത്തും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു പ്രേമത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. പരസ്പരം സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും കൊല്ലാൻ സാധിക്കില്ല. നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ സ്നേഹങ്ങളിലും ഇവിടെ നടന്ന പ്രണയ കൊലപാതകങ്ങൾ ഏകദേശം 856, കഴിഞ്ഞ വർഷത്തെ കണക്ക് പറയുന്നത് കേട്ട് 856 പ്രണയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ. വളരെ വിദ്യാഭ്യാസപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ. ഒരിക്കലും നമുക്കൊരു മനുഷ്യനെ ഒരിക്കലും പോയി പച്ചയായ ഒരു മനുഷ്യന് ഒരിക്കലും പോയൊരു ആളിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് നോവിക്കാൻ പോലും പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ മൊബൈലിന്റെയും അല്ലെങ്കിൽ അഡിക്ഷന്റെ അങ്ങേ അറ്റമാണ്. നമ്മൾ മൊബൈലിൽ ഗെയിം കാണുന്ന കാര്യം ഞാൻ നേരത്തെ പറയാൻ തുടങ്ങിയതായിരുന്നു. കാരണം നമ്മൾ മൊബൈലിൽ ഗെയിം കാണുന്ന സമയത്ത് നമ്മുടെ മാനസികാവസ്ഥയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റിമുലന്റുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സ്റ്റിമുലന്റുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് സ്റ്റിമുലന്റുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഹാപ്പി ഹോർമോൺസ് ഉത്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട് ഗെയിം കളിക്കുമ്പോൾ. പക്ഷെ
നമ്മുടെ മാനസിക അവസ്ഥയിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ഗെയിമുകൾ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഫയറിംഗ് ഗെയിം, ഒരാള് നമ്മൾ നോക്കുമ്പോൾ എന്താ, കുട്ടികൾ ഇതിന്റെ പുറകെ പോയി വെടിവെക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു, വെടിവെക്കുന്നു, ആളുകളെ കൊല്ലുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു മാനസികാവസ്ഥയിൽ തുടർച്ചയായിട്ട് ഒരു കുട്ടി കളിച്ചുകൊണ്ട് ഇങ്ങനെ കളിക്കുകയാണെന്ന് വിചാരിക്കുക, കുറേ നേരം ഇരുന്ന് കളിക്കുകയാണെന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് ഒരാളെ നിറയൊഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം അവൻ കണ്ടിട്ടുള്ള ആ ഗെയിമാണ് അവൻ കണ്ടിരിക്കുന്നത്. മോഡലിംഗ് ആണ് നടന്നത്, അവിടെ ഇൻസ്റ്റലേഷൻ ആണ് നടന്നത്. കുഞ്ഞുനാളിൽ നമുക്ക് 3 to 7 ഏജിൽ നമുക്ക് കുറെ ഇൻസ്റ്റലേഷനുകൾ നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, 3 to 7 ഏജ് നമ്മുടെ ഇൻസ്റ്റലേഷൻ പീരീഡ് ആണ്. അതായത് നമ്മൾ ക്ലീൻ സ്റ്റേറ്റ് ജനിക്കുന്ന നമുക്ക് ഉണ്ടാകുന്ന സംഭവങ്ങൾ പിന്നീട് നമ്മുടെ അവസാന കാലം വരെ നമ്മളെ വേട്ടയാടാറുണ്ട്. എന്തെങ്കിലും ഒരു ട്രോമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വിചാരിക്കുക 3 to 7 ഏജിൽ. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3 to 7 ഏജിൽ ഉണ്ടായ ഒരു പെൺകുട്ടി ജലഭയം ഉണ്ടായിരുന്നു. ജലഭയം ഉണ്ടായപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് ഇതിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഈ കുട്ടി കൊച്ചിലെ വെള്ളത്തിൽ വീണിട്ടുള്ളതാ. അപ്പൊ അത് ഉള്ളിൽ കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ 3 to 7 ഏജിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ ഇൻസ്റ്റലേഷൻ ചെയ്യപ്പെട്ടിരിക്കും. അത് അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു വിഷയം നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞാലും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ആ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ ഈ നേരത്തെ ഗെയിമുമായിട്ട് ഇതൊന്ന് കണക്ട് ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിലെ നമ്മുടെ മാനസികാവസ്ഥയിൽ നമ്മൾ ഉണ്ടാവുകയാണ് ഇതുപോലുള്ള ഈ വെടിവെച്ചാല് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗെയിമുകൾ കാണുമ്പോൾ, അതായത് മനുഷ്യനല്ലാതായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. മറ്റുള്ളവരൊന്നും, ഞാൻ മാത്രമാണ് മനുഷ്യനെന്നും മറ്റുള്ളവരൊന്നും മനുഷ്യരല്ലെന്നുള്ളൊരു ചിന്ത വളർത്തിയെടുക്കാൻ ഇതുപോലുള്ള ഗെയിമുകൾക്കാവും. അതുപോലെ തന്നെയാണ് വണ്ടി ഓടിക്കുന്ന ഗെയിമുകൾ. കുഞ്ഞുങ്ങൾ കാണുകയാണ് വണ്ടി ഓടിക്കുന്നു, ബൈക്ക് അങ്ങോട്ട് ഓടിക്കുന്നു, ഇങ്ങോട്ട് ഓടിക്കുന്നു, മറ്റുള്ളവരെയൊക്കെ തട്ടി വീഴാതൊക്കെ. ആ ഗെയിം തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ ഈ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്, മോഡൽ ചെയ്യുന്നത്. ഈ 8 വയസ്സും 9 വയസ്സും 10 വയസ്സും 11 വയസ്സും കാരണം ഇത് കണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവന് ഈ വണ്ടി കയ്യിൽ കിട്ടിയാൽ, മാനസിക വളർച്ച പൂർത്തിയാവാത്ത ഒരു മനുഷ്യന് ഈ ഒരു വണ്ടി കയ്യിൽ കിട്ടിയ എന്താ അവസ്ഥ? അവൻ വണ്ടിയെടുത്ത് പായും. നമ്മൾക്ക് പലപ്പോഴും പ്രായമുള്ള ഒരു വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് അവരെ തട്ടുവോ, ഇവരെ തട്ടുവോ, മറ്റവരെ തട്ടുവോ, മറിച്ചവരെ തട്ടുവോ എന്നുള്ള പേടിച്ചിട്ട് പതുക്കെ ഓടിച്ച് ഒരു സൈഡിൽ കൂടെ എങ്ങനെയെങ്കിലും കൊണ്ടുപോവുക ചെയ്യുന്നത്. പക്ഷെ മറ്റവർ ചെയ്യുന്നതോ, പാഞ്ഞ് ലൈറ്റ് പോലും ഇടത്തില്ല രാത്രി സമയങ്ങളിൽ, പാഞ്ഞങ്ങ് പോകും. അതുപോലുള്ള ഗ്രൂപ്പുകൾ നമ്മൾ പലപ്പോഴും നമ്മൾ പണ്ട് പറഞ്ഞില്ലേ, ഒരു എന്താ പറയുക, ഒരു കൊച്ചു പിള്ളേരെ കൊണ്ടുവന്ന് ഒരു വിഷമായിട്ടുള്ള ഒരു സാധനം മതി ഒരു വെള്ളം മുഴുവനും നശിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞാണൊക്കെ. ഒരുത്തൻ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ വന്നാൽ, ഇതുപോലൊരു ഇത് വന്നാൽ 8 പേരെ അവൻ ഒരു വർഷം കൊണ്ട് ഈ ഗ്രൂപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കണക്ക്. ഒരാളുടെ കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പിലേക്ക് ഒരുത്തൻ വന്നാൽ മതി, 8 പേരെ അവൻ ഈ വർഷം നശിപ്പിക്കപ്പെടും. അങ്ങനെയാണ് അതിന്റെ സയന്റിഫിക് ആയിട്ട് പറയുന്നത്. അതായത് ഒരാൾക്ക് 8 പേരെ ഒരു വർഷം നശിപ്പിക്കും. അതായത് ഈ പുകയില വലിയാവട്ടെ, മദ്യപാനമാവട്ടെ, മയക്കുമരുന്നാവട്ടെ, എല്ലാ സാധനങ്ങളും. ഇപ്പൊ പുതിയ വന്നേക്കുന്ന ഒരു സാധനമാണ് MDMA എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പിടിച്ചുകൊണ്ട് വരുന്നതിൽ പലരും ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള പിള്ളേരായിരിക്കും. അവരിത് ഉപയോഗിക്കുന്നത് ഈ സ്റ്റിമുലന്റുകളും ഹാലൂസിനേഷൻ ഉണ്ടാക്കത്തില്ല ഇപ്പോൾ വരുന്ന പല ഡ്രഗുകളും. പകരം നമ്മളുടെ ഉപാപചയ പ്രവർത്തനങ്ങളെ കട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് MDMA എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന രീതി പോലും നമ്മൾ പഠിക്കേണ്ടത് എവിടുന്നാ? ഇവന്മാർക്ക് ചോദിക്കണത്, എടാ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്ന കുഞ്ഞെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ പിള്ളേരെ നോക്കുമ്പോൾ പിള്ളേരുടെ കയ്യിൽ ATM കാർഡ് ഉണ്ടോ എന്ന് നോക്കണം. ATM കാർഡിൽ പൊടി പറ്റിയിട്ട് വൈപ്പ് ചെയ്ത് നോക്കണം, പൊടി പറ്റിയിട്ടുണ്ടാകും. കുട്ടികളുടെ കയ്യിൽ ATM കാർഡ് ഉണ്ടോന്ന് നോക്കുക, പൊടി പറ്റിയിരിപ്പുണ്ടോ. മറ്റേ പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സിഗരറ്റ് വലിക്കുന്ന സമയത്താണെങ്കിൽ അടുത്ത് വരുമ്പോഴത്തേക്ക് ബബിൾക്കം ചവച്ചിട്ടുണ്ടോന്ന് നോക്കിയാൽ കുട്ടീനെ അറിയാം ഇവൻ വലിക്കാൻ പോയതാണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് വരികയാണെങ്കിൽ മദ്യപിച്ചിട്ട് വന്നാണെന്ന് മനസ്സിലാവും. ഈ കഴിഞ്ഞ ദിവസം കോട്ടയം ഡിവിഷൻ ഓഫീസിന് ഒരു വിമുക്തി സെല്ലുണ്ട്. അവിടെ ഒരു കൗൺസിലർ ഉണ്ട്, ഒരു MSW പഠിച്ച ഒരാൾ സാറ് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പൊ ഈ വർഷം മുതൽ പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഗവൺമെന്റ് ഒരു പ്രൊസീജിയർ കൊണ്ടുവന്നു. അതായത് ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത് വലിയ വൈഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഞാൻ വിചാരിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു നല്ല ആശയം ഗവൺമെന്റ് കൊണ്ടിരിക്കുന്നുണ്ടൊക്കെയാണ്. കാരണം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് 2016 വിമുക്തി മിഷൻ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ തന്നെ കാലത്തുള്ള ഒരു വലിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റേഷന്റെ കാര്യത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷെ 4 തലങ്ങളായിട്ട് തിരിച്ചാണ് ഇതിന്റെ വർക്ക് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രിവെൻഷനാണ്. അതായത് ഈ കുട്ടികളെ ഇതിനകത്തേക്ക് ചെയിനിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റാനായിട്ടുള്ള പ്രിവെൻഷൻ, അതിലേക്ക് അവരുടെ മുന്നിലേക്ക് ഈ മയക്കുമരുന്നുകളും ഒന്നും വരാതാവാനുള്ള പ്രിവെൻഷൻ നമ്മൾ കൊണ്ടുവരികയാണ്. പ്രിവെൻഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഒന്നാമത് നടക്കുക. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മളൊരു സ്കൂളിനോട് ചേർന്ന് ജനജാഗ്രതാ സമിതികൾ രൂപീകരിക്കുന്നുണ്ട്. ജനജാഗ്രതാ സമിതി രൂപീകരിക്കുന്ന ഒരു പ്രയോജനം എന്ന് പറയുന്നത്
അതിനകത്ത് ഈ കൊണ്ടുവരുന്ന ഓട്ടോ ഡ്രൈവർ മുതൽ പേരൻസിന്റെ റെപ്രസെന്റേഷൻ ഉണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ ഒരു കൂട്ടായ്മ ഇതിനകത്തേക്ക് വരണം. അതായത് ഒരു പോലീസുകാരനോ ഒരു എക്സൈസുകാരനോ വിചാരിച്ചാലൊന്നും ലോകം നന്നാക്കാനോ നാട് നന്നാക്കാനോ ഇതിനകത്തൊന്നും പറ്റില്ല. പക്ഷെ ജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ പ്രിവെൻഷൻ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത്തെ കാര്യമാണ് സ്കൂളിലെ അധ്യാപകരുടെ ചുമതലയിൽ വന്നിട്ടുള്ളത്. അതായത് ഒരു കുട്ടി അമിതമായി കുരുത്തക്കേട് കാണിക്കുന്നു അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ നിരീക്ഷിക്കാനും ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടതിന് ശേഷം അതിന്റെ രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് കാര്യങ്ങൾ തിരക്കിയതിനു ശേഷം കൗൺസിലിംഗ് വേണമെങ്കിൽ വിത്ത് ദെയർ കൺസെന്റ് ആണ് പറഞ്ഞേക്കുന്നത്. അതായത് കുട്ടികളുടെ രക്ഷകർത്താക്കളെ എന്ത് കാര്യവും നമ്മളുടെ വീട്ടിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അപ്പുറത്തെ വീട്ടില് വന്നു കഴിഞ്ഞാല് ഈ മയക്കുമരുന്ന് പിടിച്ച അവൻ പണ്ട് മുതലേ നമുക്കറിയാം, അവനെ കാണുമ്പോഴേ നമുക്കറിയായിരുന്നു ഇവനെ പോക്കായി പോകുമെന്ന് എന്ന് പറയും. പക്ഷെ നമ്മുടെ വീട്ടിനകത്ത് ഇരിപ്പുണ്ടൊരെണ്ണം, അത് നല്ലതാണെന്ന് നമ്മൾ ചിന്തിക്കണം ആദ്യം. അതിലും വലിയ കുരിപ്പായിരിക്കും നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും ആലോചിക്കുന്നില്ല. നമ്മൾ എപ്പോഴും അഡിക്ഷൻ അല്ലെങ്കിൽ ഇത് പറയുകയാണ്, നമ്മൾ പറയുകയാണ് ആസക്തിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കും അപ്പുറത്തെ വീട്ടിലെ അയാള്, ഇപ്പുറത്തെ വീട്ടിലെ അയാള്. നമ്മുടെ വീട്ടിലൊരു മനോരോഗി ഉണ്ടോ എന്ന് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടില് നമ്മളെല്ലാവരും മാസ്ക് ഇട്ടവരാ, ശരിയല്ലേ? എല്ലാവർക്കും മാസ്ക് ഉണ്ട്. നമ്മുടെ ഉള്ളില് നമ്മൾ പുറമേ കാണിക്കുന്നതായിരിക്കത്തില്ല, നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കത്തില്ല നമ്മൾ പുറമേ കാണിക്കുന്നത്. ഇനി ഒരു ഉദാഹരണം കൂടെ പറയാം. നമ്മുടെ നാട്ടില് നമ്മളെല്ലാവരും കല്യാണം കഴിക്കുന്നതിന് മാരേജ് ഫിക്സ് ചെയ്ത സമയത്ത് ഫിക്സ് ചെയ്ത ആ കുട്ടിയുമായിട്ട് സംസാരിച്ചിരുന്ന വളരെ റൊമാൻറ്റിക് ആയിട്ടായിരിക്കും, ശരിയല്ലേ? വളരെ ഭയങ്കര സ്നേഹം. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഒരു കുട്ടി ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. വീട്ടിൽ വരുമ്പോ ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല. എന്നിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും, മൊബൈലിൽ കൂടെ ചാറ്റ് ചെയ്ത് ഒരു സെറ്റാക്കും, ഒരെണ്ണത്തിന് സെറ്റാക്കും. എന്നിട്ട് അവക്ക് ഊരവേദന എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നടുവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര അവിടെ പോ ഇവിടെ പോ മറ്റടുത്ത് പോ, രോഗമാണ്, പ്രശ്നമാണ്. നമ്മുടെ കൂട്ടത്തിലുള്ളതിന് നോക്കുന്നുണ്ടോ? നോക്കുന്നില്ല. ഈ പെൺകുട്ടികളാണെങ്കിൽ എന്താ ചെയ്യുക, അമ്മയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈജീനസ് കുറയും. വീട്ടിൽ പണിയും കഴിഞ്ഞ് മടച്ചിട്ട് വന്നിട്ട് എങ്ങനെയും കിടന്ന് ഉറങ്ങാന്ന് വിചാരിക്കും. അതായത് പുറത്തോട്ട് പോകുമ്പോൾ ഇവർ റൊമാൻറ്റിക് ആയിട്ട് ഒരുങ്ങി പോകും. പക്ഷെ വീടിനുള്ളില്, നമ്മുടെ വീട്ടിനുള്ളിലാണ് ഭാര്യയാകേണ്ടവരും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഒരുങ്ങി നിൽക്കേണ്ട, വൃത്തിയായിട്ട് നിൽക്കണം. കാരണം അങ്ങനെ നമ്മൾ ഒരു വെൽക്കം ഇതിൽ നിൽക്കുവാണെങ്കിൽ ഒരിക്കലും വേറൊരു രീതിയിലേക്ക് ആരും പോവില്ല, തെറ്റായ രീതിയിലേക്ക് പോകത്തില്ല. റിലേഷൻഷിപ്പ്, നമ്മുടെ കുടുംബത്തില് ഒരു ബോണ്ടിങ് ഉണ്ട്. നമ്മൾ വീട്ടിലിരുന്ന് ആഹാരം കഴിക്കുന്നു. നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് കുട്ടികളുമായിട്ടിരുന്ന് എല്ലാവരുമായിട്ടിരുന്ന് സംസാരിച്ച് അച്ചിരി നേരമെങ്കിലും വർത്തമാനം പറഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യണം. അതിനകത്ത് എല്ലാവരും അക്കോമഡേറ്റ് ഉൾപ്പെടുത്തുക. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒരു കാരണവശാലും കുട്ടി അവിടെ ഇരുന്ന് കഴിക്കുക, മറ്റവരവിടെ ഇരുന്ന് കഴിക്കുക, മറിച്ച് അങ്ങനല്ല. എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള ഫുൾ മെമ്പേഴ്സ് ഫുൾ ഇതിൽ വന്നിരുന്ന് വേണം ആഹാരം കഴിക്കാൻ എന്നൊരു ചിട്ട നമ്മുടെ വീട്ടിൽ കൊണ്ടുവരിക. അങ്ങനെ ആ ചിട്ട നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സീരിയലുകൾ കൊടുക്കുന്ന പ്രൈം ടൈമിൽ നമ്മുടെ വീട്ടിൽ 7 മണി മുതൽ 9 മണി വരെയുള്ള ടൈമാണ് നമ്മൾ സീരിയലുകാർ അല്ലെങ്കിൽ TV ചാനലുകാർ പ്രൈം ടൈം എന്ന് പറയുന്നത്. ആ പ്രൈം ടൈമിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മുടെ വീട്ടിൽ നമുക്കൊരു പ്രൈം ടൈം ആക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിക്കുക. പലപ്പോഴും നമ്മുടെ വീട്ടില് നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കും, അതായത് നമ്മൾ നഴ്സറി സ്കൂളുകളിൽ കുട്ടികൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ പണ്ട് എല്ലാവർക്കും ഇതിനകത്തിരിക്കുന്നവരെല്ലാവരും കുട്ടികളെ വളർത്തിയിട്ടുള്ളവരായിരിക്കും. അപ്പൊ അറിയാൻ പറ്റും. അവർ വന്നിട്ട് നഴ്സറിയിൽ അംഗൻവാടിയിലെ ടീച്ചർ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അത് ചെയ്ത് ഞാൻ ഇത് പഠിച്ച് മറ്റേത് പഠിച്ചപ്പോ ഈ പോടെ ഇറക്കാന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവിടും. അവര് നമ്മളോട് ഓപ്പൺ ആകാൻ വരുന്ന സമയത്ത് അവരോട് ഓപ്പൺ ആവണം നമ്മൾ. അവിടെ സ്കൂളിൽ നടന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ കുഞ്ഞിലേ മുതൽ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാ പറയുക. ഇപ്പൊ നമ്മൾ അതിന് കുറച്ച് ഇന്റർപ്രിട്ടേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അവിടെ വന്ന് നമ്മളെ ഓപ്പൺ ആവുന്ന ആ സമയം നമ്മുടെ പ്രൈം ടൈമിൽ നമ്മൾ അവർക്ക് അവസരം കൊടുത്ത് അവരെ ഓപ്പൺ ആക്കിക്കുകയാണെങ്കിൽ ഒരു 7 വയസ്സ് 8 വയസ്സോ 10 വയസ്സ് 13 15 19 വയസ്സ് വരെ ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്ത് സംഭവം നടന്നാലും നമ്മളിക്ക് വന്ന് പറയും. അവര് എന്നാണൊക്കെ അവർക്കൊരു ആരെങ്കിലും വന്ന് പ്രപ്പോസ് ചെയ്തോ എല്ലാ കാര്യം നമ്മളോട് വരും. നമ്മുടെ നല്ല സുഹൃത്തായിട്ട് തന്നെ അവർ നമ്മളെ കണക്കൂട്ടും. അപ്പൊ തീർച്ചയായിട്ടും ഒരു വലിയ നാറ്റം നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ സാധിക്കും. നമ്മൾ നമ്മുടെ പ്രൈം ടൈമിൽ ഒരു മണിക്കൂർ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ ലഹരിയിൽ നിന്ന് മോചിക്കാനുള്ള ഏറ്റവും വലിയ വഴി ഞാൻ പറഞ്ഞില്ലേ, ഒരു കുട്ടിയും തെറ്റ് ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ട. ഒരു കുട്ടിയും തെറ്റ് ചെയ്യില്ല. പക്ഷെ തെറ്റ് ചെയ്യുന്ന ആരാണ്? സമൂഹമാണ് ചെയ്യുന്നത്. അവരെ ഈ വഴിയിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രധാന കാരണങ്ങൾ നമ്മുടെ രക്ഷകർത്താക്കളും അല്ലെങ്കിൽ സമൂഹവുമാണ്.
ഞങ്ങൾ കണ്ടിട്ടുള്ള പല കേസുകളിലും ബ്രോക്കൺ ഫാമിലിയിലാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടന്നതോ അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു പോയത് അല്ലെങ്കിൽ അച്ഛനും അമ്മയും വിദേശത്തായിരിക്കുന്ന കുട്ടികളുടെ മക്കളാണ് ഏറ്റവും കൂടുതൽ വഴിതെറ്റി പോകാനുള്ള സാധ്യതകളുള്ളത്. പാമ്പറിങ് കുട്ടികളുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ മുത്തച്ഛനും മുത്തച്ഛയും വളർത്തുന്ന കുട്ടികൾ, അവരെ പാമ്പറിങ് കുട്ടികളെന്ന് നമുക്ക് പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കും. കാരണം അവരുടെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ കാഴ്ചപ്പാടിൽ അവർ അച്ഛനെയും അമ്മയും പിരിഞ്ഞു നിൽക്കുന്ന കുട്ടികളാണ്. അപ്പൊ അവരെ കൊണ്ട് ഒരിക്കലും അവർക്കൊരു ബുദ്ധിമുട്ട് വരരുതെന്ന് കരുതി അവർക്ക് എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കും. ഞാൻ എൻ്റെ കൊച്ചിലെ ഞാൻ വളരെ ദാരിദ്ര്യത്തിൽ വളർന്നു വന്നൊരു ആളാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കൊടിയ ദാരിദ്ര്യത്തിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു വളർന്നു വന്ന സാഹചര്യത്തിൽ കൊച്ചിലെ ഇന്ന് ഞങ്ങളുടെ അച്ഛൻ ഞാൻ പറഞ്ഞു അച്ഛനത് പണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചു. അപ്പൊ കാര്യം എന്ന് പറഞ്ഞാല് 4 വയസ്സോ 5 വയസ്സോ ഉള്ള സമയത്ത് ഉത്സവത്തിന് കൊണ്ടുപോയി. ഉത്സവത്തിന് കൊണ്ടുപോയപ്പോ അവിടെ ചെന്ന് എന്തോ എയറോപ്ലെയിൻ എന്തോ സാധനം വേണമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ്റെ ഇന്ന് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞതാ 25 രൂപയേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാനങ്ങനെ മേടിച്ചു. ഇപ്പോഴത്തെ കാലത്തല്ല, അന്നത്തെ കാലത്ത് അത്രേ ഉള്ളൂ. അപ്പൊ ആ തുകയ്ക്ക് ഞാനങ്ങനെ മേടിച്ചു തരും. അപ്പൊ ഞാൻ പറഞ്ഞ് അതല്ലല്ലോ പറഞ്ഞത്, നിങ്ങൾ ചെന്നത് ചോദിക്കാനല്ലേ, വില ചോദിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. വില ചോദിച്ച് ഇത്ര രൂപയാ, മതി, എനിക്കത് കേട്ടാൽ മതി. ആ വില കേട്ട് ഞാനിങ്ങ് പോരും. കാരണം എന്താ വെച്ചാൽ എന്റെ വീട്ടിലെ അവസ്ഥ നമുക്കറിയാം. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ, ഇന്ന് വളർന്നു വരുന്ന സമൂഹത്തിൽ നിർബന്ധം പിടിച്ച സാധനങ്ങൾ കിട്ടി വരും എന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ കുട്ടികൾക്കുണ്ട്. ഞാൻ വേറൊരു കുട്ടിയുടെ കാര്യം ഇതുപോലെ ഞാൻ എൻ്റെ അറിവിൽ വന്നൊരു കുട്ടിയാണ്. ഇതുപോലെ ഒരു ചെമ്മീൻ ഫാക്ടറിയിൽ ഇങ്ങനെ ചെമ്മീൻ കിള്ളുന്ന ജോലിയാണ് അവരുടെ മകൻ. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ബാഗ് ഇരിപ്പുണ്ട് അവരുടെ കയ്യിൽ. അപ്പൊ കുട്ടി നിർബന്ധം പിടിക്കുകയാണ്, ബാഗും കുടയും എല്ലാ സാധനങ്ങളും പുതിയത് വേണോ. അപ്പൊ അവർക്കത് മേടിച്ചു കൊടുക്കാനുള്ള നിവൃത്തിയില്ല. വീട്ടിൽ ബഹളം, ഭയങ്കര ബഹളം. അങ്ങനെയാണ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് നിനക്ക് ഒരു രക്ഷയില്ല. ഞാൻ ചോദിച്ചു വീട്ടിലെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പൊ അവര് വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്താ, അവരുടെ അച്ഛൻ മരിച്ചുപോയ കുട്ടിയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചോളം അവർക്ക് കൊച്ചിലെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിച്ചാല് കാര്യം നടക്കും എന്നതാണ് അവരുടെ വീട്ടിൽ ആ കുഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കുഞ്ഞിനെ തെറ്റ് പറയാൻ പറ്റുമോ? കാരണം കൊച്ചിലെ മുതൽ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു മൊബൈൽ നിർബന്ധം പിടിക്കുന്നു, ആ സമയത്ത് ആ കുട്ടിക്ക് ഒരു കാരണവശാലും മൊബൈൽ കൊടുക്കരുത്. കാരണം നിർബന്ധം പിടിക്കുന്ന സമയത്ത് കൊടുക്കരുത്, പിന്നീട് നമുക്ക് കൊടുക്കാം. ആ നിർബന്ധം കൊണ്ട് അത് കിട്ടും എന്നൊരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി അത് ആക്ട് ചെയ്യും. നമ്മൾ കുട്ടീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ട്രെയിനിങ് വേണ്ടതാണ് മനുഷ്യനെ ട്രെയിനിങ്ങിലൂടെയാണ് നമുക്ക് നേരത്തെ ചൊവ്വെ കൊണ്ടുവരാൻ പറ്റും. കാരണം ഒരു ബിസിനസ് പ്രൊമോട്ടർമാരാവട്ടെ, എന്തും ആയിക്കോട്ടെ, ഏത് ലെവലിലാണെങ്കിലും നല്ല അഡ്വൈസ് കിട്ടിയാൽ ആ രീതിയിലേക്ക് വരാൻ പറ്റും അവർക്ക്. ഈ കാണുന്ന പടങ്ങളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് സാധനങ്ങളാണ്. എവിടെയെങ്കിലും കാണുവാണെങ്കിൽ വിവരം തരാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളുടെ പടം കാണിച്ചത്, മേടിച്ച് വീട്ടിൽ വളർത്താനല്ല. ഈ ചെടി നമുക്ക് കാണാനൊക്കെ ഭംഗിയാണ്, പൂവൊക്കെ പിടിക്കുന്നതാണ്. അപ്പൊ ഈ പൂ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചെടി വളർത്തിയാലും 10 ചെടി വളർത്തിയാലും ശിക്ഷ ഒന്ന് തന്നെ. നമുക്ക് 1,00,000 രൂപയും 10 ഇംപ്രസ്മെന്റ് ആണ് കിട്ടുന്നത്, കഠിന തടവോ. രണ്ടാമത്തെ നമ്മുടെ ശിക്ഷകൾ എന്ന് പറയുന്നത്, ഇന്ത്യൻ ഗവൺമെന്റിന്റെ ശിക്ഷ എന്ന് പറയുന്നത്, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിലുള്ള മയക്കുമരുന്ന് കടത്തി പിടിക്കപ്പെട്ടാൽ, രണ്ടാമതോ മൂന്നാമതോ പിടിക്കപ്പെട്ടാൽ, ഒന്നിലധികം തവണ എന്നാ പറഞ്ഞേക്കുന്നത്, പിടിക്കപ്പെട്ടാൽ ഡെത്ത് പെനാൽറ്റി അവന് കൊടുക്കാവുള്ളതെന്നാ പറഞ്ഞേക്കുന്നത്. അത് എനിക്ക് വേറൊരു നിയമത്തിലും അത് പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇന്ത്യയിൽ ഒരാളെ കൊന്നാൽ പോലും ഈ ഒരു നിയമത്തിൽ അപൂർവമാണെങ്കിൽ മാത്രമേ ആ ഒരു ഡെത്ത് പെനാൽറ്റി പറയത്തുള്ളൂ. പക്ഷെ മയക്കുമരുന്ന് കേസുകളിൽ ഒന്നിലധികം തവണ ഈ കേസുകളിൽ പിടിക്കപ്പെട്ടാൽ ഡെത്ത് പെനാൽറ്റി കൊടുക്കാവുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വിഡ്രോവൽ സിംറ്റം എന്ന് പറയുന്നത്. അതായത് സ്ഥിരമായിട്ട് ഹാലുസിനേഷൻ ഉള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതായത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും വെള്ളം മദ്യപിക്കുന്ന ആളുകൾ പിറ്റേന്ന് തലക്കയും കൊടുത്തിരിക്കുന്നത്. സിഗരറ്റ് വലിയിൽ അങ്ങനെ അത്രയും നമുക്ക് വിഷ്വലൈസ് ചെയ്ത് വരാറില്ല. പക്ഷെ അവർ കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ തലേന്ന് വെള്ളം അടിച്ചവനാണെങ്കിൽ പിറ്റേന്ന് ഡിപ്രഷനായിട്ട് തലയ്ക്ക് ഭാരമായിട്ടിരിക്കുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് വിഡ്രോവൽ സിംറ്റം ആണ്. അതിന് മരുന്നുണ്ട്, പക്ഷെ ഈ വിഡ്രോവൽ സിംറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. കാരണം കൈ മുഴുവനും ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നവരെ. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച് എന്തോ വീണതാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ അടുത്ത് ക്ലോസ്ഡ് ആയിട്ട് വിളിച്ചിട്ട് ഇത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ബ്ലേഡിന് മുറിച്ചിരിക്കുകയാണ് മൊത്തം, കൈ മുഴുവനും. അതായത് നമ്മൾ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യത്തില്ലേ, അത് കണക്ക് വരച്ചിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു നീ ഇത് എന്ത് കാണിച്ചതാ? അപ്പൊ പറയാ എനിക്ക് ബോധമില്ലായിരുന്നു, ഞാൻ ആ സമയത്ത് ചെയ്തു പോയതാണ്.
ഒരു സ്റ്റിച്ച് ഇടാൻ പറ്റത്തില്ല, അതാ രസം. ഒരു സ്റ്റിച്ച് പോലും ഇടാൻ പറ്റത്തില്ല, അതിനു വേണ്ടി അടുപ്പിച്ച് വരഞ്ഞു വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഇവിടെ ഈ കഴിഞ്ഞ ദിവസം വളരെ നമ്മുടെ ഈ ലഹരിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ തീവ്രമായ ഒരു സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വിമുക്തി മിഷന്റെ ക്ലാസ്സിൽ ഇതുപോലെ നമുക്ക് അവിടെ ചെന്ന് അതായത് ഓൺ റിക്വസ്റ്റ് നമ്മൾ സ്കൂളുകളിൽ തന്നെ ചെന്നിട്ട് രഹസ്യമായിട്ട് ഈ കുട്ടിയെ വിളിച്ചു വരുത്തി കൗൺസിലിംഗ് കൊടുക്കും. അങ്ങനെ കൗൺസിലിംഗ് കൊടുക്കാൻ പോയപ്പം ഈ സാറ് 3 കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ 3 കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുത്തോണ്ടിരിക്കുക, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ ഒരു കുട്ടി തലകറങ്ങി വീണെന്ന് പറഞ്ഞു, ഒരു പെൺകുട്ടി, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി തലകറങ്ങി വീണു. അപ്പൊ സാറും അങ്ങോട്ട് ചെന്നു. സാർ ഓടിച്ചെന്ന് ഇങ്ങനെ മുഖത്ത് വെള്ളം തെളിച്ചൊക്കെ നോക്കി എണീപ്പിച്ചൊക്കെ ഇരുത്തി. സാറ് ഈ കൊച്ചു കൊണ്ടുവന്ന കുപ്പി എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് വോഡ്ക മിക്സ് ചെയ്തുകൊണ്ട് വന്നിരിക്കുക. കൊച്ചി വീട്ടില് വോഡ്ക മിക്സ് ചെയ്തുകൊണ്ട് വന്നിരിക്കുക. അപ്പൊ ഇങ്ങനെ സാറ് വിളിപ്പിച്ച് കൗൺസിലിങ്ങിനൊക്കെ വിളിച്ച് പിന്നെ അന്നേരം വിളിച്ചിട്ട് കാര്യമില്ല, കാരണം ആ കൊച്ച് നല്ല ഫിറ്റ് ആയിരുന്നു. അപ്പൊ സ്കൂളിൽ കലക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. പക്ഷെ വേറെ ആർക്കും കൊടുത്തില്ല കേട്ടോ, ഒറ്റയ്ക്ക് ഓടിക്കുക. ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്, മറ്റേ ഇവൻ സുരാജ് വെഞ്ഞാറമൂട് കലക്കിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരി കൊണ്ടുവന്നിട്ട് വോഡ്കയും വെള്ളം കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ ഇരുന്ന് കഴിക്കുക. എന്താണ് അതിന്റെ മാനസികാവസ്ഥ എന്ന് എനിക്കറിയത്തില്ല, അതിന്റെ ബാക്കി കാര്യങ്ങളും എനിക്കറിയത്തില്ല, വേറെ എന്തെങ്കിലും കാര്യം കാണുമായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് കാലം മാറിയിരിക്കുന്നു. നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായ ഒരു കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോന്നിരിക്കുന്നത്. പഴയ കാലമല്ല, ഭയങ്കര ഭീകരമാണ് നമ്മുടെ ഇവിടുത്തെ. നമ്മൾ പണ്ടും ഇപ്പൊ ഈ പ്രാവശ്യം നേരത്തെ പറഞ്ഞിരുന്നു, ജനജാഗ്രത സമിതികളൊക്കെ കൂടുതൽ വിപുലമാക്കിയാണ് നടപ്പാക്കുന്നത്. കാരണം ഇത് മദ്യത്തിന്റെയും അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം സമൂഹത്തിൽ, പണ്ട് നമ്മുടെ കാലത്ത് ഒരു 22 വയസ്സിന് 40 വയസ്സിന് മേളിലോട്ടുള്ളവരായിരുന്നു കഞ്ചാവ് ഉപയോഗിച്ച് നമ്മൾ പിടിക്കപ്പെട്ടതെന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം കഠിനമായ ജോലി ചെയ്തിരുന്നവർ, അങ്ങനെയുള്ളവരായിരുന്നു മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഉപയോഗിക്കുന്ന മറ്റു ദേശീയ തലത്തില് നമ്മുടെ ശരാശരി 22 വയസ്സാണ്. ആദ്യമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുള്ളവർ പ്രായം 22 വയസ്സാണെങ്കിൽ കേരളത്തിൽ അത് 12 വയസ്സാണ്. അതായത് 12 വയസ്സുമല്ല, അതിലും താഴെയുള്ളത് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പം ശരാശരി 12 വയസ്സിൽ ഉള്ള മയക്കുമരുന്ന് കണ്ടെത്തുന്ന ഭീകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ളവർ, ജനങ്ങളും കൂടെ ഇതിനകത്തോട്ട് സഹകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. കാരണം നമ്മുടെ കാലം മാറിയിരിക്കുന്നു. നമുക്ക് ശാസനയുടെ കാലം കഴിഞ്ഞു, പിഴയും ശാസനയുടെ ഒക്കെ കാലം കഴിഞ്ഞു. കാരണം ഉപദേശത്തിലൂടെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. നമ്മൾ പല സ്കൂളുകളിലും ചെല്ലുമ്പോഴേ ഈ കുട്ടികളെ ഇതുപോലെ പിടിക്കപ്പെട്ടാൽ വലിയ സ്കൂളുകളിലാണെങ്കിൽ 15 ദിവസം 7 ദിവസം സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയുണ്ട്. ഞാൻ ഇന്നലെ ചെന്നപ്പോഴും അധ്യാപകരോട് പറഞ്ഞൊരു പ്രധാന കാര്യം ഇതാ, ഇങ്ങനെ മാറ്റി നിർത്തുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും ഈ കുട്ടിക്ക്? ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ ചികിത്സയോ അല്ലെങ്കിൽ ഉപദേശങ്ങളും കൗൺസിലിങ്ങും നമ്മൾ അതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ കുട്ടിയെ നമുക്ക് നേരിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ 15 ദിവസം അവനെ പണിഷ്മെന്റ് ചെയ്ത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ സ്കൂൾ മുഴുവൻ അറിയും ഈ കുട്ടി മയക്കുമരുന്ന് ഉപയോഗിച്ചതാണെന്ന്. മറ്റുള്ളവർ കാണുന്നതും ആ കാഴ്ചപ്പാടായിരിക്കും. അത് മാത്രമല്ല, ഇത് ആവശ്യക്കാർ ഇവനെ സമീപിക്കുകയും ചെയ്യും. ഇവൻ നോട്ടിഫൈ ചെയ്ത ഒരു പയ്യനെ കിട്ടി, അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇവന്റേക്ക് ചെന്നാൽ മതി എന്നുള്ളൊരു ധാരണ വരും. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കേണ്ടതായിട്ടുള്ള സമയം വന്നു. ഇത് നമ്മുടെ ടോൾ ഫ്രീ നമ്പറാണ് കേട്ടോ, വിമുക്തിയുടെ മിഷന്റെ ടോൾ ഫ്രീ നമ്പറാണ്. കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാനുള്ള ഒരു ടോൾ ഫ്രീ നമ്പറാണ്. അതുപോലെ വിദ്യാലയങ്ങളിൽ നിന്ന് ശ്രദ്ധ, നേർക്കൂട്ടം, ഉണർവ് തുടങ്ങിയ പദ്ധതികളാണ് ഈ വർഷം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ കണ്ടിന്യൂഷൻ ആണ് ഈ പ്രാവശ്യം. അതുപോലെ പെൺകുട്ടികളുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ഒരു സ്കൂളുകളിൽ തെരഞ്ഞെടുത്തിട്ട് നമ്മൾ ആയോധന കലകൾ പരിശീലിപ്പിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ക്യാമ്പസുകളിൽ കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് മാറ്റുന്നതിന് നേർക്കൂട്ടം പദ്ധതി, കോളേജ് ഹോസ്റ്റലുകളെ കേന്ദ്രീകരിച്ചിട്ടാണ് ശ്രദ്ധ പദ്ധതി. ഇത് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ഇത് കോമൺ നമ്പറാണ് കേട്ടോ, ഇന്ത്യ മുഴുവനുള്ള നമ്പറാണ്. ഏതെങ്കിലും തരത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള ഹരാസ്മെന്റ് അതുപോലുള്ള കാര്യങ്ങൾ വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ട ഒരു നമ്പറാണ്. വിമുക്തിയുടെ അല്ലത്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ പോലീസിന്റെ ഒരു പ്രത്യേക വിഭാഗമാണ് യോദ്ധാവ് എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് പോലീസ് ചെയ്യുന്നുണ്ട്. പോലീസ് നമ്മുടെ എക്സൈസിന്റെ പോലെ തന്നെ വളരെയധികം സമൂഹത്തിൽ ഈ പ്രവണതയ്ക്കെതിരെ വർക്ക് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഞങ്ങളെക്കാളും കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളാണെങ്കിൽ പോലും ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് പോലീസ്. അപ്പൊ പോലീസുകാരുടെ ഈ യോദ്ധാവ് എന്ന് പറഞ്ഞ പദ്ധതിയിലേക്ക്, ഈ നമ്പറിലേക്ക് വിളിച്ചാൽ 3 കാര്യങ്ങൾ നമ്മൾ പറയണം: എവിടെ, എങ്ങനെ, എപ്പോൾ. ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞൊരു വാട്സപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് പൊക്കിക്കൊണ്ട് പൊക്കോളും, നമ്മളൊന്നും അറിയണ്ട. എക്സൈസിനെക്കാളും കാര്യക്ഷമമായിട്ട് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഞങ്ങളുടെ സിസ്റ്റം വേറെയാണ്.
ഞങ്ങൾ അന്വേഷിക്കുന്ന രീതികൾ വേറെയാണ്. ഞങ്ങൾ വേറെ രീതികളിലാണ്, ഞങ്ങളുടെ അന്വേഷണങ്ങൾ വേറെ രീതികളിലാണ് നടക്കുന്നത്. അപ്പം പോലീസിന്റെ ഒരു പദ്ധതിയാണിത്. നൈപുണ്യ വികസനത്തിനും എക്സൈസ് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിപ്പോ സാറേ സമയം തീരാറായിരുന്നു സാറേ. അതെ, സമയം നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇവരെ 3 പേരും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നിർത്താം. ഇദ്ദേഹം ബിലാൽ മുഹ്സിൻ എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജിലെ കോഴിക്കോട് ഹോസ്പിറ്റലിലെ ഒരു വ്യക്തിയാണ്. വളരെ താഴ്ന്ന നിലയിൽ നിന്ന്, അതായത് പഠിക്കാൻ പോലും പൈസ ഇല്ലാതെ താഴ്ന്ന നിലയിൽ നിന്ന് പൊങ്ങി വന്ന, അതായത് സ്വന്തമായിട്ട് പഠിച്ച്, അതായത് കോഴ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന് വലിയ നല്ല നിലയിൽ എത്തിയ ഒരു വ്യക്തിയാണ് മുഹ്സിൻ. നമുക്ക് കണ്ടു പഠിക്കാൻ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വീഡിയോസ് യൂട്യൂബ് ചാനലിലുണ്ട്. നല്ല ഒരു വ്യക്തിയാണ്. കാരണം വെച്ചാൽ ദാരിദ്ര്യം, പലരും പറയും ഞാൻ അങ്ങനെ ജനിച്ചു പോയത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ആകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ തടസ്സവാദങ്ങൾ കണ്ടെത്തും, നെഗറ്റീവ് എനർജികൾ, നെഗറ്റീവായിട്ടുള്ള വേർഡ്സ് കണ്ടെത്തും. അപ്പൊ അത് മാറ്റി വെക്കണം. നമ്മൾ ബിൽഗേറ്റ്സിന്റെ ഒരു വാചകം പറയാം, അതായത് ദാരിദ്ര്യത്തിൽ ജനിക്കുക എന്നുള്ളത് നമ്മുടെ കുറ്റമല്ല, പക്ഷെ ദാരിദ്ര്യത്തിൽ മരിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം കുറ്റമാണ്. അതായത് സമൂഹത്തിൽ നല്ല നിലയിലേക്ക് ഒരു മാർക്ക് ചെയ്യപ്പെടേണ്ട രീതിയിലേക്ക് നമ്മൾ വളർന്നു വരാനായിട്ട് എപ്പോഴും എല്ലാവർക്കും അവസരങ്ങളുണ്ട്. അപ്പൊ ആ അവസരങ്ങൾ നമ്മൾ മറ്റുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെ നെഗറ്റീവ് ജീവിതത്തിലേക്ക് പോകാതെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എപ്പോഴും വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ബിൽഗേറ്റ്സിന്റെ ആ വാചകം സൂചിപ്പിക്കുന്നത്. അതുപോലെ ഒരാളെ കൂടെ പരിചയപ്പെടുത്താം, കൃഷ്ണതേജ IAS. ഇദ്ദേഹത്തിന്റെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ വൈറലായി ഓടിയ ഒരു ടോക്കാണ് അദ്ദേഹത്തിന്റെ. കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് പറയാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, എത്ര നമ്മുടെ എപ്പോഴും നമ്മൾ എല്ലാവരെയും വില വെക്കണമെന്നുള്ളതാണ്. കാരണം നമ്മുടെ ശത്രുക്കളെയും നമ്മൾ വിലമതിക്കണം. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ക്ലിയർ ആണ്. കാരണം നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ എപ്പോഴും നമുക്ക് കിട്ടേണ്ടത് ശത്രുക്കളെ കിട്ടേണ്ടത്. നമ്മുടെ കൂടെ നിൽക്കുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവർ ഒരിക്കലും നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കില്ല. അവര് നമ്മളെ എപ്പോഴും പറയും, എടാ നീ ഓക്കെ ആവും, നീ ഓക്കെ ആവും, ഇങ്ങനെ പറയുള്ളൂ. പക്ഷെ നമുക്കൊരിക്കലും നമുക്കതിനകത്തുനിന്ന് നമുക്ക് മേളിലോട്ട് നമ്മുടെ ഉയർച്ചയിലേക്ക് തടഞ്ഞു നിർത്തുന്നത് എന്താണോ അതിനെ തടഞ്ഞു നിർത്തുന്നവർ തന്നെയാണ് നമ്മുടെ സുഹൃത്തുക്കളാകുക. പക്ഷേ ശത്രുക്കൾ നമ്മുടെ നെഗറ്റീവ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് തരും. അതിനുള്ള തെളിവാണ് ഇദ്ദേഹം. മൂന്നാമത്തെ ആള്, ഏത് പ്രതിസന്ധികളിലും നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളാണ് അരുണിമ സിൻഹ. അത് ഒരു കാല് അവരുടെ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഒരു വോളിബോൾ പ്ലെയർ ആയിരുന്ന അവരുടെ കാല് നഷ്ടപ്പെട്ടു പോയ സാധാരണഗതിയിൽ ഒരാളെ സംബന്ധിച്ചുള്ള അവരുടെ ജീവിതം നഷ്ടപ്പെട്ട് തീർന്നു എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് ലോകം കീഴടക്കിയ ആദ്യമായിട്ട് ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഒരാള് ഹിമാലയം കീഴടക്കി 7ഓളം കൊടുമുടികൾ അവർ കീഴടക്കി കഴിഞ്ഞു. അരുണിമ സിൻഹ, ഇവരുടെ ബുക്കും ഉണ്ട്. വളരെ ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് ആണ്. നമ്മൾക്ക് പ്രചോദനം നൽകുന്ന ഏത് കഥകളും നമ്മൾ വായിക്കുവാണെങ്കിൽ, അതിലെ നല്ല വശങ്ങൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഉയർന്നു വരാൻ സാധിക്കും. പഴയ കാലത്ത് നമുക്ക് ദരിദ്രനായിരുന്നിരിക്കാം, എന്തും ആയിക്കോട്ടെ. ഇന്നു മുതൽ നമ്മൾ വിചാരിക്കുകയാണ്, പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യാതെ ഇന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ നന്നാവുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങൾ, അതായത് നമ്മൾ വലിക്കട്ടെ കുടിക്കട്ടെ എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ ഇന്ന് നിർത്തുക. അത് നാളെ നിർത്താം എന്നുള്ള ചിന്ത മാറ്റി വെച്ചിട്ട്, പ്രൊക്കാസ്റ്റിനേഷൻ പാടില്ല. ഇന്ന് തന്നെ നമ്മൾ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും ഒക്കെ ഒരാളെ നമുക്ക് നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. സമൂഹത്തിൽ നമ്മൾ നന്നാവുക, നമ്മുടെ സമൂഹം നന്നാക്കി എടുക്കുക എന്നുള്ളതാവണം നമ്മുടെ പ്രതിജ്ഞ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സുമേഷ് സാർ. വളരെയധികം സന്തോഷം. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആയതുകൊണ്ട് തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിന്റെ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ ഓരോ കാര്യങ്ങളും അതിന്റെ എലമെന്റുകൾ കൃത്യമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞു. അതേപോലെ തന്നെ അതിന്റെ നിയമ നടപടികളടക്കമുള്ള ഒത്തിരി കാര്യങ്ങളിലേക്ക് സാറ് നമ്മളെ കൊണ്ടുപോയി എന്നുള്ളതാണ്. സാധാരണ നമ്മൾ 8 മണിക്ക് വൈൻഡപ്പ് ചെയ്യുന്ന ഒരു സെഷൻ ആണെങ്കിലും അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ, അതിന്റെ ഒരു കംപ്ലീഷൻ കൃത്യമായിട്ട് ഉണ്ടാകണം എന്നതുകൊണ്ടാണ് നമ്മൾ ഒരു 8:10 വരെ നമ്മളിങ്ങനെ നീണ്ടുപോയത്. വളരെ പ്രസക്തമായിരുന്നു. സാധാരണ നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ അക്കാദമിയുടെ ചാനൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴും ഒത്തിരി ആളുകൾ കാണാറുണ്ട്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സെഷൻ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ തന്നെയാണ് സാർ ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ ഇത്രയും കേട്ടതിന്റെ ഇടയിൽ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഇത്രയും സാറ് പറഞ്ഞതിൻ്റെമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ്സ് നമുക്ക് എടുക്കാം. കാരണം നമുക്ക് അടുത്ത സെഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ചോദിച്ച് നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം.
ഷഫീഖ് സാറ് എന്തെങ്കിലും ഉണ്ടോ? മ്യൂട്ടാണ്. ക്ലാസ് ഇത്രയും നേരം ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ സാറിനോട് ഒരുപാട് നന്ദി. മുഴുവനായിട്ട് ശ്രമിച്ച് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നല്ല നല്ല പോയിന്റ്സുകൾ നമുക്ക് കിട്ടി. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഷഫീഖ് സാർ. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിൽ അധികം പേരും ട്രെയിനേഴ്സ് ആണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഈ ട്രെയിനിങ് മേഖലയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ നമുക്ക് പല പിന്നെ പാരന്റിങ് ആയി കഴിഞ്ഞാലും അതല്ലെങ്കിൽ സ്കൂളുകളിലായി കഴിഞ്ഞാലും പോയി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങൾ ഒതന്റിക് ആയിട്ട് തന്നെ, ഇപ്പൊ സാറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വളരെ ഒതന്റിക് ആയിട്ടുള്ള ഡാറ്റകളാണ്. ആ ഡാറ്റകൾ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിന് ഈ ഒരു വെബിനാറിനെ നമുക്ക് റെഫർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാനും അതിനെ നോട്ട് ചെയ്യാനും ഇത്തരം വിവരങ്ങൾ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമ്മളെ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? സംശയങ്ങളോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ എന്തായാലും സാർ വളരെ സന്തോഷം. ഏകദേശം ഒരു മണിക്കൂറും അതേപോലെ തന്നെ ഏകദേശം ഒരു 10 മിനിറ്റോളം വരുന്ന ഒരു വളരെ നീണ്ട ഒരു സെഷൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സെഷന് വേണ്ടിയിട്ട് അത് പ്രിപ്പയർ ചെയ്യാനും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വരാനും സംസാരിക്കാനും ഒക്കെ പറ്റിയതിലുള്ള സന്തോഷം സാറിനെ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വെബിനാർ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ അത് ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ സമാപിച്ചതായിട്ട് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.